ഓക്കെ, നമ്മള് ലാസ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആയിരുന്നു എഞ്ചിൻ കൂളിംഗ് സിസ്റ്റവും ലൂബ്രിക്കേഷനും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൂളിംഗ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ. അപ്പൊ നിങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ദ റേഡിയേറ്റർ കോർ ഈസ് മെയ്ഡ് ഓഫ് ബ്രാസ്. ബ്രാസ്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഇനി മിസ്സായവരുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു പോയാണ്. ദ റേഡിയേറ്റർ കോർ ഈസ് മെയ്ഡ് ഓഫ് ബ്രാസ് അല്ലെ. അപ്പൊ നമുക്കറിയാം ബ്രാസിന്റെ പ്രത്യേകത എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ ആളാണ്. അതായത് കൂടുതൽ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടത്താൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഈ ബ്രാസ് എന്ന് പറയുന്നത്. കോപ്പറിന്റെ ഒരു അലോയ് ആണ് ബ്രാസ്. അപ്പൊ ബാക്കി മെറ്റീരിയൽസിനെ അപേക്ഷിച്ചിട്ട് എന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ബ്രാസിന് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് റേഡിയേറ്റർ കോറുകളെ നമ്മൾ ബ്രാസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ ട്യൂബ്സ്, അത് യെല്ലോ ട്യൂബ്സ് ആണ് നമ്മൾ ഈ പറയുന്ന റേഡിയേറ്റർ കോർ എന്ന് പറഞ്ഞാല്. ഒരുപാട് ട്യൂബ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹെഡർ ടാങ്ക് ഉണ്ട്, കളക്ടർ ടാങ്ക് ഉണ്ട്. ആ ഹെഡർ ടാങ്കിൽ നിന്നും കളക്ടർ ടാങ്കിലേക്ക് നമ്മൾ വാട്ടറിനെ അല്ലെങ്കിൽ കൂളന്റിനെ എത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ എത്തിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരൊറ്റ ട്യൂബ്, വലിയൊരു പൈപ്പ് വെച്ചിട്ട്, വലിയൊരു ട്യൂബ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹെഡറിൽ നിന്ന് ലോവർ ടാങ്കിലേക്ക് എനിക്ക് എത്തിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ആ വലിയൊരു ട്യൂബ് വെക്കുന്നതിന് പകരം ഞാൻ ഒരുപാട് ട്യൂബ്സ് വെക്കുകയാണ്, ഒരുപാട് റേഡിയേറ്റർ ട്യൂബ്സ് വെക്കുകയാണ്. ആ റേഡിയേറ്റർ ട്യൂബ്സ് ആണ് എന്ത്? ഈ റേഡിയേറ്റർ കോർ എന്നും പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? കോർ ട്യൂബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, യെല്ലോ ട്യൂബ്സ് ആണ് കോർ ട്യൂബ്സ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? മാക്സിമം എയറിനെ എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മാക്സിമം ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ പൈപ്പ് അല്ലെങ്കിൽ ഒറ്റ ട്യൂബ് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഏരിയ എവിടെ എക്സ്പോസ് ചെയ്യും? ഒരുപാട് ട്യൂബ്സ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ചെറിയ ട്യൂബ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ട്യൂബിന്റെ മെറ്റീരിയലും എന്തായിരിക്കണം? മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. ഹീറ്റിനെ മാക്സിമം കടത്തിവിടാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ബ്രാസ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ, then second question. The water circulation in a thermosiphon system is caused by. ഒരു തെർമോസിഫൺ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റത്തിലെ വാട്ടർ സർക്കുലേഷൻ എന്ത് കാരണം കൊണ്ടാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. എന്തായിരിക്കും ഓപ്ഷൻ? നോക്കിയിട്ട് the change in density of water. the change in density of water. അത് തന്നെ അല്ലെ. കണ്ടക്ഷൻ കറണ്ട് അല്ല, ഇമ്പല്ലറും വാട്ടർ പമ്പും കാണുമ്പോൾ തന്നെ നമുക്ക് ഉപേക്ഷിക്കാം. കാരണം എന്താ? തെർമോസിഫൺ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എക്സ്റ്റേണൽ ഇതില്ല. ഓക്കെ, തെർമോസിഫൺ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതില് എക്സ്റ്റേണലി ഉള്ള പമ്പില്ല, അല്ലെങ്കിൽ പമ്പ് എന്ന് പറയുന്ന ആളും ഇല്ല. ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ കാര്യങ്ങള്? കേൾക്കുന്നില്ലേ? ശരി. അപ്പൊ ഓക്കെ, ഇവിടെ ചെറിയൊരു പ്രശ്നം, ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റിയിലുള്ള ചേഞ്ച് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റത്തിലെ ആ ഒരു സർക്കുലേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ട് ഇതാണ് ഒരു തെർമോസിഫൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലെവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ പമ്പിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. വാട്ടറിന് സർക്കുലേറ്റ് ചെയ്യിക്കാനായിട്ട് ഒരു പമ്പ് ഇതിലെവിടെയും നിങ്ങൾ കാണില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? എഞ്ചിന്റെ ചുറ്റും, വാട്ടർ ജാക്കറ്റിൽ കൂടി എഞ്ചിന് ചുറ്റും അയാൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അയാൾ കുറെ ഹീറ്റ് അബ്സോർബ് ചെയ്യും, അയാളുടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുകയും ആ ഡെൻസിറ്റി കുറഞ്ഞ ആൾ എന്ത് ചെയ്യും? ഈ ട്യൂബ് വഴി ആ ഹെഡർ ടാങ്കിലേക്ക് കയറും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വരികയും അപ്പൊ സ്വാഭാവികമായിട്ടും കളക്ടർ ടാങ്ക് താഴെയുള്ള കമ്പാരിറ്റീവ്ലി തണുത്ത വാട്ടർ എന്ത് ചെയ്യും? എഞ്ചിന്റെ കൂളിംഗ് ജാക്കറ്റിനകത്തേക്ക് കയറി ചെല്ലും. അപ്പൊ ഇവിടെ ഒരു കുറവ് വന്നു അല്ലെ. അപ്പൊ ഹെഡർ ടാങ്കിൽ നിന്ന് ഗ്രാവിറ്റി വഴി എന്ത് ചെയ്യും? ഈ വാട്ടർ നമ്മുടെ റേഡിയേറ്റർ കോർ വഴി ഇറങ്ങി വരും. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഒരു തെർമോസിഫൺ സിസ്റ്റത്തിനകത്ത് ആ ഒരു വാട്ടർ സർക്കുലേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ കാരണമാണെന്ത് ഒരു തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റത്തില് എന്ത് സംഭവിക്കുന്നത്? വാട്ടർ സർക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, then മൂന്നാമത്തെ ചോദ്യമാണ് the direction of flow of water through the radiator of a thermosiphon cooling system is from. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒരു തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് വാട്ടറിന്റെ ട്രാവൽ? ടോപ്പ് ടു ബോട്ടം ആണോ, ബോട്ടം ടു ടോപ്പ് ആണോ, ഫ്രണ്ട് ടു ബാക്ക് ആണോ, ബാക്ക് ടു ഫ്രണ്ട് ആണോ? പറയാമോ? ടോപ്പ് ടു ബോട്ടം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒരു തെർമോസിഫൺ സിസ്റ്റം നേരത്തെ കാണിച്ച അതേ ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്.
അതില് എവിടെ നിന്ന് എങ്ങോട്ടാണ് വാട്ടർ ട്രാവൽ ചെയ്യുന്നത്, എവിടെ നിന്ന് എങ്ങോട്ടാണ്, ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക്, അതായത് ഹെഡർ ടാങ്കിൽ നിന്നും കളക്ടർ ടാങ്കിലേക്ക്, അതാണ് ടോപ്പ് ടു ബോട്ടം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. Then fourth one, the principle of an engine radiator is to. ഒരു എഞ്ചിൻ റേഡിയേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന്, അയാളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. ആക്ട് ആസ് എ റിസർവോയർ ഫോർ വാട്ടർ ആണോ, കോസ് എ ഹീറ്റ് ഫ്ലോ ബൈ കൺവെക്ഷൻ കറന്റ് ആണോ, സ്പ്രെഡ് ഔട്ട് ദ ഹോട്ട് വാട്ടർ ഓവർ എ ലാർജ് ഏരിയ ആണോ, ഇൻക്രീസ് ദ എയർ സ്പീഡ് ആസ് ഇറ്റ് ഫ്ലോസ് ഓവർ ദി ഹോട്ട് സർഫസ് ആണോ? ഒരു എഞ്ചിൻ റേഡിയേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അയാൾ മെയിൻ ആയിട്ട് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, എഞ്ചിൻ റേഡിയേറ്റർ. റേഡിയേറ്റർ എന്നുള്ള വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റേഡിയേറ്റർ എന്ന് പറയുന്നത് കൂളിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ജാക്കറ്റ്സ് ഉണ്ട്, പമ്പ് ഉണ്ട്, പിന്നെ കുറെ ഹോസ് ഉണ്ട്, അതുപോലെ ഒരു പാർട്ട് ഹെഡർ ടാങ്ക് ലോവർ ടാങ്ക് ഒക്കെ ഉണ്ട്, അതുപോലെ ഒരു പാർട്ട് മാത്രമാണെന്ത് റേഡിയേറ്റർ എന്ന് പറയുന്നത്. കുറെ ട്യൂബുകൾ അടങ്ങിയ ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ആ ഒരു പാർട്ട്. അപ്പൊ അയാൾ വെക്കുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് ഇനി പറയാമോ? സി ആണോ? സി ആണ് ഉത്തരം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റേഡിയേറ്റർ മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസും ഉണ്ട്. റേഡിയേറ്റർ വെക്കുന്നതിന്റെ ഉദ്ദേശം, റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരുപാട് ചെറിയ ഡയാമീറ്റർ ഉള്ള ട്യൂബുകൾ അടങ്ങിയ ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള പാർട്ടാണ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്, മാക്സിമം ഏരിയ കൂട്ടുക, മാക്സിമം ആ കൂളന്റ് എക്സ്പോസ് ചെയ്യപ്പെടുന്ന എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, അത് സി ആണ്, വേറെ ഒന്നുമല്ല. ആക്ട് ആസ് എ റിസർവോയർ ഫോർ വാട്ടർ, വാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല റേഡിയേറ്റർ ഉപയോഗിക്കണേ. കോസ് എ ഹീറ്റ് ഫ്ലോ ബൈ കൺവെക്ഷൻ കറന്റ്, കൺവെക്ഷൻ കറന്റ് ഉണ്ടാവുന്ന ഏത് സിസ്റ്റമാണ്, തെർമോസിഫൺ സിസ്റ്റം ആണ് അല്ലെ. അത് ആ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു സിസ്റ്റമാണ്. അതായത് എങ്ങനെ ഹെഡർ ടാങ്കിലേക്ക് എത്തുന്നു, ലോവർ ടാങ്കിൽ നിന്ന് എങ്ങനെ കൂളിംഗ് ജാക്കറ്റിലേക്ക് അയാൾ എത്തുന്നു, എഞ്ചിനിലേക്ക് അയാൾ എത്തുന്നു, ഇതാണ് കൺവെക്ഷൻ കറന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ സർക്കുലേറ്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല, അയാൾക്ക് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ വെക്കുന്നതിൽ. എന്താണത്, അയാളുടെ ഏരിയ കൂട്ടുക. കാരണം ഇപ്പൊ റേഡിയേറ്റർ ഇല്ലെങ്കിലും നടക്കൂലേ, കൺവെക്ഷൻ കറന്റ് നടക്കും. റേഡിയേറ്റർ ഇല്ലെങ്കിൽ ഒരു സാധാ ട്യൂബ് വഴിയാണെങ്കിലും കൺവെക്ഷൻ കറന്റ് നടന്നോളും. ഓക്കെ, അപ്പൊ റേഡിയേറ്റർ വെക്കുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, സ്പ്രെഡ് ഔട്ട് ദി ഹോട്ട് വാട്ടർ ഓവർ എ ലാർജ് ഏരിയ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ഇതാണ് റേഡിയേറ്റർ, റേഡിയേറ്റർ കോർ ട്യൂബ്സ്, നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെ, ആ യെല്ലോ ട്യൂബ്സ്. അപ്പൊ ഈ ഒരു റെക്ടാങ്കുലർ പോർഷനും ഈ യെല്ലോ ട്യൂബ്സ് ഒക്കെ അടങ്ങിയതാണത് റേഡിയേറ്റർ എന്ന് പറയുന്ന ആള്. അടുത്തത്, മോഡേൺ എഞ്ചിൻ യൂസ് പമ്പ് ഓപ്പറേറ്റഡ് കൂളിംഗ് സിസ്റ്റം ബിക്കോസ് തെർമോസിഫൺ സിസ്റ്റം ഒന്ന് cannot be pressurized, overcools the cylinder head and valve, requires a large quantity of water, does not allow a thermostat to be fitted. ഒരു മോഡേൺ എഞ്ചിനില് നമ്മൾ തെർമോസിഫൺ സിസ്റ്റത്തിന് പകരം പമ്പ് ഉപയോഗിക്കാൻ കാരണം, പമ്പ് ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, അത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോസിഫൺ സിസ്റ്റത്തിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒന്നാമത്തെ കാരണം. അല്ലെങ്കിൽ തെർമോസിഫൺ സിസ്റ്റം സിലിണ്ടർ ഹെഡിനെയും വാൽവിനെയും ഓവർ കൂൾ ചെയ്യും, ഓവറായിട്ട് തണുപ്പിക്കും. അല്ലെങ്കിൽ തെർമോസിഫൺ സിസ്റ്റത്തിന് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം. അല്ലെങ്കിൽ ഡസ് നോട്ട് അലൗഡ് എ തെർമോസ്റ്റാറ്റ് ടു ബി ഫിറ്റഡ്. തെർമോസിഫൺ സിസ്റ്റത്തിൽ തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അത് തന്നെയാണ്, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണത് തെർമോസിഫൺ സിസ്റ്റത്തിന് പകരം ഒരു പമ്പ് ഓപ്പറേറ്റഡ് കൂളിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കാരണം. കാരണം നമുക്കറിയാം ഒരു എന്താണ് ഡെൻസിറ്റി വേരിയേഷനെ ഗ്രാവിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണിത് നമ്മൾ പറയുന്നത് തെർമോസിഫൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൂളിംഗ് എന്താണ് മാക്സിമം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വാട്ടറിന്റെ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയും നമ്മൾ അതിനനുസരിച്ചിട്ട് കൂട്ടേണ്ടതായിട്ട് നമ്മൾ വരും. ആ സിസ്റ്റത്തിന് കുറച്ചുകൂടി ബൾക്കിയാവും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടും തെർമോസിഫൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഇനി ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ഒരു പമ്പ്, ഈ സിസ്റ്റം നോക്കിയേ, ഈ തെർമോസിഫൺ സിസ്റ്റം ആണ് നിങ്ങൾ കാണുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് ഇവിടെ ഒരു പമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രഷറൈസ് ചെയ്യിക്കാൻ പറ്റാതെ പമ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രഷറൈസ് ചെയ്യിക്കാം. ഇനി ബി ഓപ്ഷൻ എന്തായാലും വരില്ല, കാരണം ഇയാൾക്ക് കപ്പാസിറ്റി കുറവാണ്, കൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട് സിലിണ്ടർ ഹെഡിനെയും വാൽവിനെയും എന്തായാലും ഓവർ കൂൾ ചെയ്യില്ല. ഓക്കെ, പിന്നെ ഡസ് നോട്ട് അലൗഡ് എ തെർമോസ്റ്റാറ്റ് ടു ബി ഫിറ്റഡ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്, വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, ഫിറ്റ് ചെയ്ത് കൂടായികൊന്നുമില്ല. അപ്പൊ എയും ബിയും ഡിയും ആൻസർ അല്ല. പിന്നെ ആകെ വരാവുന്ന എന്താണ്, റിക്വയർസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. Then അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് തെർമോസ്റ്റാറ്റ് ഇൻ ആൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം? ഒരു എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തില് തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഇറ്റ് പ്രിവെന്റ്സ് ദ കൂളന്റ് ഫ്രം ബോയിലിംഗ്, ഇറ്റ് അലൗസ് ദ എഞ്ചിൻ ടു വാം അപ്പ് ക്വിക്ലി, it pressurizes the system to raise the boiling point, it indicates to the driver the coolant temperature. Engine to warm up quickly, it allows engine to warm up quickly. അല്ലേ? എന്താണ്? അതായത് എഞ്ചിനെ പെട്ടെന്ന് വാമപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ആള് നമ്മൾ ഉപയോഗിക്കുന്നത്. എഞ്ചിനെ പെട്ടെന്ന് വാമപ്പ് ചെയ്യിക്കാൻ. ഇറ്റ് അലൗസ് ദ എഞ്ചിൻ ടു വാം അപ്പ് ക്വിക്ലി. അതാണ് നമ്മളുടെ ആൻസർ. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു തെർമോസ്റ്റാറ്റ് സിസ്റ്റം ഉപയോഗിക്കുക. ഇപ്പൊ ആ ഒരു തെർമോസിഫൺ സിസ്റ്റത്തിൽ നിന്നും എന്തൊക്കെയാ നിങ്ങൾ വ്യത്യാസങ്ങൾ കാണുന്നത്? ഇവിടെ ഒരു പമ്പ് ഉണ്ട്, ഇവിടെ ഒരു പമ്പ് നിങ്ങൾക്ക് കാണാം, വാട്ടർ പമ്പ് നിങ്ങൾക്ക് കാണാം. ആ തെർമോസിഫൺ സിസ്റ്റത്തിനകത്ത് ഒരു വാട്ടർ പമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഒരു തെർമോസ്റ്റാറ്റ് കൊടുത്തു. ഇവിടെ ഒരു ബൈപ്പാസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളോട് ഉൾക്കൊണ്ടാണ് ഒരു തെർമോസ്റ്റാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റഡ് കൂളിംഗ് സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ ഇയാളെ പറയാം. ഒരു തെർമോസ്റ്റാറ്റ് കൂടി ഇവിടെ വെച്ചു എന്നുള്ളൂ. അപ്പൊ എന്തായിരുന്നു ഈ തെർമോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ നിങ്ങൾ ഓർക്കണ്ടോ? എന്തായിരുന്നു? ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കമ്പാരിറ്റീവ്ലി എഞ്ചിന്റെ കംപ്ലീറ്റ് ബ്ലോക്കും അയാളുടെ സിലിണ്ടർ ഹെഡും കംപ്ലീറ്റ് എന്തായിരിക്കും? കംപ്ലീറ്റ് ഒരു തണുത്ത അവസ്ഥയിലായിരിക്കും കമ്പാരിറ്റീവ്ലി. അങ്ങനെ തണുത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തിയാലാണെന്ത് അയാളുടെ മാക്സിമം എഫിഷ്യൻസി, മാക്സിമം പവർ പ്രൊഡക്ഷനും നല്ല രീതിയിൽ അകത്ത് കമ്പഷൻ ഒക്കെ നടക്കണമെങ്കിൽ ഇയാൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തണം. ഓക്കെ, അപ്പോ ആ ഒരു ടെമ്പറേച്ചർ എത്താനായിട്ട് ഈ കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യണം? എഞ്ചിനിൽ നിന്ന് കറങ്ങി വരുന്ന കൂളിംഗ് വാട്ടർ മാക്സിമം കുറെ നേരത്തേക്ക് എഞ്ചിന്റെ ആ ഒരു ചുറ്റും തന്നെ കിടന്ന് കറങ്ങണം. അപ്പോഴാണെന്ത് അയാൾ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുള്ളൂ കൂളിംഗ് വാട്ടറിന്റെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ റേഡിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അയാൾ പഴയതുപോലെ തണുത്തു വരും, വീണ്ടും കൂടുതൽ ഹീറ്റ് എഞ്ചിന് ചുറ്റും കിടന്ന് അയാൾ എടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് എഞ്ചിൻ വാമപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഞ്ചിൻ അയാളുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വരുന്ന എഞ്ചിനിൽ നിന്ന് വാട്ടർ ജാക്കറ്റ് വഴി പുറത്തേക്ക് വരുന്ന വാട്ടറിന് നമ്മൾ റേഡിയേറ്ററിലേക്ക് ആദ്യമേ കടത്തി വിടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു വാൽവ് വെക്കും. അതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. ആ വാൽവ് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അയാൾ എന്ത് ചെയ്യും? ക്ലോസ്ഡ് കണ്ടീഷനിലായതുകൊണ്ട് ഈ ഒരു ബൈപ്പാസ് വഴി എന്ത് ചെയ്യും? വാട്ടർ എഞ്ചിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ ആ ഒരു ഡിസൈഡ് ടെമ്പറേച്ചർ 80 ഡിഗ്രി എന്നാണ് പറയുക, 80 ഡിഗ്രി സെൽഷ്യസ്, ആ ഡിസൈഡ് ടെമ്പറേച്ചർ ഈ വാട്ടറിൽ എത്തുന്നത് ആ സമയത്ത് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവുകയും എന്നിട്ട് നമ്മുടെ വാട്ടർ എങ്ങോട്ട് ചെല്ലും? റേഡിയേറ്ററിലേക്ക് ചെല്ലുന്നു. പിന്നെ അയാൾ തണുത്ത് ലോവർ ടാങ്കിലേക്ക് വരുന്നു. അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? എഞ്ചിന് ചുറ്റും കറങ്ങും. അപ്പോ ഒറ്റ ഉത്തരവുള്ളൂ. തെർമോസ്റ്റാറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ള എന്താണ്? എഞ്ചിൻ വാമപ്പ് എത്രയും പെട്ടെന്ന് നടക്കുക, എഞ്ചിൻ അയാളുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് തെർമോസ്റ്റാറ്റിന്റെ ഉദ്ദേശം. ഇനി ഇറ്റ് പ്രിവെന്റ്സ് ദ കൂളന്റ് ഫ്രം ബോയിലിംഗ്, അതൊന്നുമല്ല. ഇറ്റ് പ്രഷറൈസസ് ദ സിസ്റ്റം ടു റൈസ് ദ ബോയിലിംഗ് പോയിന്റ്. ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? ഇറ്റ് പ്രഷറൈസസ് ദ സിസ്റ്റം ടു റൈസ് ദ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ പ്രഷർ ക്യാപ്പ്. ഈ പ്രഷർ ക്യാപ്പിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഓപ്ഷൻ സി ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് പ്രഷറൈസസ് ദ സിസ്റ്റം ടു റൈസ് ദ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന നമ്മളുടെ പ്രഷർ ക്യാപ്പിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. കുറെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നോക്കാം. Then 7th one, it is necessary to be very careful when removing a radiator pressure cap when the engine is hot because, അതായത് നമ്മൾ ആ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ആൻസർ കാണും. ഓക്കെ, ആ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് നമ്മൾ ഊരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ലൂസ് ചെയ്ത് ഊരിയെടുക്കുമ്പോ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. അതെന്താണ് കാരണം? ഒന്ന്, the seal can be damaged. ഇനി അതല്ല, ഓഫ് ദ റിസ്ക് ഓഫ് സ്കാൾഡിംഗ്. Then option C, the cooling system pressure is lower than atmospheric pressure. Then sudden increase in pressure can damage the radiator. നിങ്ങൾ ആ റേഡിയേറ്റർ ക്യാപ്പിന്റെ മുകളിൽ നോക്കി കഴിയുമ്പോൾ അതിലൊരു വാർണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് വണ്ടി ഓടി ഉടനെ തന്നെ തുറക്കാൻ പാടില്ല എന്നുള്ളൊരു വാർണിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഒരു കുറെ ദൂരം ഓടിയിട്ട് ആ വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആ റേഡിയേറ്റർ ക്യാബ് ഓടിച്ചെന്ന് ഊരിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. പുറത്തേക്ക് കൂളന്റ് തള്ളും. പുറത്തേക്ക് കൂളന്റ് തള്ളി വരും. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? എന്തായാലും പ്രശ്നം ഉണ്ടോ? പൊള്ളും. എന്ന് പറഞ്ഞാല് സ്കാൾഡിങ് എന്ന് പറയുന്നത് സാധാരണ പൊള്ളലല്ല. അതായത് നമ്മളുടെ
ലിക്വിഡ് കൊണ്ട് ഉള്ള പൊള്ളലല്ല സ്കാൽഡിംഗ് എന്ന് പറയുന്നത്. വേപ്പർ കൊണ്ടുള്ള പൊള്ളലിനെയാണ് നമ്മൾ സ്കാൽഡിംഗ് എന്ന് പറയാം. അത് സ്റ്റീം ഫോമിലുള്ള വേപ്പർ ഫോമിലുള്ള ആളെ കൊണ്ട് കൊള്ളുന്ന സിവിയർ ആയിട്ടുള്ള പൊള്ളലിനെയാണ് നമ്മൾ സ്കാൽഡിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ അകത്ത്, അതായത് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് ഈ പ്രഷർ ക്യാപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ വാട്ടർ എന്ന് പറയുന്ന കൂളന്റ് എന്ന് പറയുന്ന ആള് ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ടായിരിക്കുക. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അയാൾ ലിക്വിഡ് ആയിട്ട് തന്നെ ഇരിക്കുകയായിരിക്കും. ശരിയല്ലേ? നമ്മള് ഈ ക്യാപ്പ് പെട്ടെന്ന് തുറക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് പ്രഷർ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അങ്ങനെ ഡ്രോപ്പ് ആവുമ്പോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടുമെങ്കിൽ പ്രഷർ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓൺ ദ സ്പോട്ടിൽ അയാളുടെ ബോയിലിംഗ് പോയിന്റ് താഴേക്ക് വരികയും അയാൾ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. പെട്ടെന്ന് തിളച്ച് അയാൾ വേപ്പറൈസ് ചെയ്യും. അപ്പൊ ആ സ്റ്റീം പോലുള്ള ആ ഒരു വേപ്പർ ഫോം ആയിരിക്കും നമ്മളുടെ കയ്യിലേക്ക് തള്ളി വരുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയുള്ള പൊള്ളലിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്കാൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് പെട്ടെന്ന് തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഓഫ് ദി റിസ്ക് ഓഫ് സ്കാൽഡിംഗ്. അതിനുള്ളൊരു സാധ്യതയുണ്ട്, നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഈ മോളിൽ കാണുന്നതാണ് നമ്മുടെ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ മറന്നുപോയവരുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. ഇത് പെട്ടെന്ന് തുറന്നാൽ എന്താണ് പ്രശ്നം എന്നായിരുന്നു അവളുടെ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ആഡിങ്, ഇയാൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കുറെ പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പർപ്പസ് ഓഫ് ആഡിങ് ആന്റി ഫ്രീസ് സൊല്യൂഷൻ ടു ദി കൂളന്റ് ഈസ്. ഒരു കൂളന്റിനകത്തേക്ക് നമ്മൾ ആന്റി ഫ്രീസ് സൊല്യൂഷൻ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? It prevents the coolant from freezing. It lowers the freezing point of coolant. It stops the formation of ice in the radiator. It avoids the seizure due to ice in the water jacket. B. Freezing point താഴ്ത്താൻ വേണ്ടി. It lowers the freezing point of coolant. ഇതാണ് ശരിയായ ആൻസർ. എന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കി എല്ലാം കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നുമെങ്കിലും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ഇതാണ്. എന്തിനാണ് നമ്മൾ ഒരു ആന്റി ഫ്രീസ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ആ കൂളന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കാട്ടോ, താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സംശയം വരുന്നത് ഓപ്ഷൻ എ കൂടി ഇല്ലേ എന്ന് നമുക്ക് തോന്നും. അതായത് ഇറ്റ് പ്രിവെന്റ് ദ കൂളന്റ് ഫ്രം ഫ്രീസിംഗ്. ഫ്രീസിംഗ് തടയാനായിട്ട് നമുക്ക് പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളിപ്പോ ആന്റി ഫ്രീസ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് അയാളുടെ കൂളന്റിന്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ താഴ്ത്തി. ഇപ്പൊ 0 ഡിഗ്രി എന്നുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചറിനേക്കാളും ചിലപ്പോൾ -4 ഡിഗ്രി വരെ താഴ്ത്തി എന്ന് വിചാരിക്കുക. ആ -4ലും താഴെ ഒരു സറൗണ്ടിങ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നിർബന്ധമില്ല. ഫ്രീസിംഗ് തടഞ്ഞു അല്ലെങ്കിൽ തടയാനാണ് ആന്റി ഫ്രീസ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്ത് നമുക്ക് പറയാം? ഇറ്റ് ലോവേഴ്സ് ദ ഫ്രീസിംഗ് പോയിന്റ്. എന്തായാലും അയാൾ ആഡ് ചെയ്യുമ്പോൾ അയാളുടെ ഫ്രീസിംഗ് പോയിന്റ് താഴും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, പല ക്വസ്റ്റ്യനിലും നമുക്ക് എന്ത് ചെയ്യും? ഒരേപോലെ ഇരിക്കുന്ന ആൻസറുകൾ ഉണ്ടാവും. അതിന് തന്നെയാണ് ഈ ഓപ്ഷൻ എ ആയിട്ട് അയാളെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചാടിക്കേറിയ ഓപ്ഷൻ എ കുത്താൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ ഇറ്റ് പ്രിവെന്റ് ദ കൂളന്റ് ഫ്രം ഫ്രീസിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു പോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The fins at the top of a motorcycle engine cylinder are longer than those at the bottom because, അതായത് നമ്മുടെ മോട്ടോർ സൈക്കിൾ എഞ്ചിന് ചുറ്റും നമ്മൾ ഫിൻസ് കൊടുക്കാറുണ്ട്. ആ ഫിൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബൈക്കിന്റെ ഒക്കെ എഞ്ചിന് നോക്കിക്കഴിഞ്ഞാല് ടോപ്പ് പാർട്ടില് ആ ഫിന്നിന്റെ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. എഞ്ചിന്റെ താഴേക്ക് വരുമ്പോഴും ആ ഫിന്നിന്റെ ആ ലെങ്ത് കുറഞ്ഞു വരും. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ടോപ്പിലെ ഹീറ്റ്, കമ്പഷൻ ചേമ്പർ ടോപ്പിലായിരുന്നു, ഹീറ്റ് കൂടുതൽ അവിടെ ആയിരിക്കും. ആ കത്തുക എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന എവിടെയാണ്? കമ്പഷൻ ചേമ്പറിന്റെ ടോപ്പിലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഫോർമേഷനും എവിടെയായിരിക്കും? സിലിണ്ടറിന്റെ മുകളിലായിരിക്കും, എഞ്ചിൻ സിലിണ്ടറിന്റെ ടോപ്പ് പാർട്ടിലായിരിക്കും. ആ പിസ്റ്റന്റെ ടോപ്പ് വരുന്ന അല്ലെങ്കിൽ ആ സിലിണ്ടർ ഹെഡിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു ഹീറ്റ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ അത് കൊണ്ടാണ് അവിടെ ആയിരിക്കും നമുക്ക് എന്ത് വേണ്ടത്? മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടത്തേണ്ടതും ആ ടോപ്പ് പോർഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എവിടെ ഫിൻസിന്റെ ലെങ്ത് കൂട്ടും? ടോപ്പ് സൈഡിലുള്ള ഫിൻസിന്റെ ലെങ്ത് നമ്മൾ കൂട്ടും. അപ്പോ എന്താണ്? ടോപ്പ് ഈസ് ദ ഹോട്ടസ്റ്റ് പാർട്ട്. മറ്റ് നമ്മുടെ കമ്പഷൻ ചേമ്പറിൽ അല്ലെങ്കിൽ എഞ്ചിൻ സിലിണ്ടറിന്റെ മറ്റ് പാർട്ടുകളെ അപേക്ഷിച്ചിട്ട് ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് കുറെ കൂടി ഹോട്ടസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടോപ്പ് പാർട്ടില് ഫിൻസിന്റെ നീളം കുറച്ചുകൂടി കൂട്ടി നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ.
കറക്റ്റ് ലൊക്കേഷൻ ഓഫ് തെർമോസ്റ്റാറ്റ് ഇൻ എ കൂളിംഗ് സിസ്റ്റം. നിങ്ങൾ ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ അയാളുടെ ഫിഗർ മനസ്സിലേക്ക് കയറ്റാട്ടോ. ഫിഗർ മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് ലൊക്കേഷൻ ഓഫ് തെർമോസ്റ്റാറ്റ് ഇൻ എ കൂളിംഗ് സിസ്റ്റം. ഒരു കൂളിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ തെർമോസ്റ്റാറ്റ് കൂളിംഗിന്റെ ഫിഗർ ഒക്കെ തൊട്ട് മുമ്പ് കണ്ടിരുന്നു. ഒരു കൂളിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ തെർമോസ്റ്റാറ്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഹെഡർ ഹോസിന്റെയും റേഡിയേറ്ററിന്റെയും ഇടയിലാണോ? റേഡിയേറ്ററിന്റെയും ബോട്ടം ഹോസിന്റെയും ഇടയിലാണോ? ബോട്ടം ഹോസിന്റെയും എഞ്ചിൻ വാട്ടർ ജാക്കറ്റിന്റെയും ഇടയിലാണോ? അല്ലെങ്കിൽ ബിറ്റ്വീൻ എഞ്ചിൻ വാട്ടർ ജാക്കറ്റ് ആൻഡ് ഹെഡർ ഹോസ്, എഞ്ചിൻ വാട്ടർ ജാക്കറ്റിന്റെയും ഹെഡർ ഹോസിന്റെയും ഇടയിലാണോ? ബോട്ടം ഹോസിന്റെയും വാട്ടർ ജാക്കറ്റിന്റെ എഞ്ചിൻ വാട്ടർ ജാക്കറ്റിന്റെ ഇടയിലല്ലേ? നോക്കട്ടെ, ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ സി. സി അല്ലേ? ബിറ്റ്വീൻ ബോട്ടം ഹോസ് ആൻഡ് എഞ്ചിൻ വാട്ടർ ജാക്കറ്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഫിഗർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ഡി ആണ് സാറേ, വാട്ടർ ജാക്കറ്റിന്റെ ഹെഡർ ഹോസിന്റെ ഇടയിൽ. ആ ഹെഡർ ഹോസിന്റെയും വാട്ടർ ജാക്കറ്റിന്റെ ഇടയിലായിരിക്കും. ആ അങ്ങനെയായിരിക്കും. നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ഫിഗർ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നോക്കിയേ, ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ആള്. ഇതാണ് നമ്മളുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ആള്. ഇയാളുടെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ്? ഇതാണ് എഞ്ചിനിൽ നിന്ന് വരുന്ന വാട്ടർ ജാക്കറ്റിന്റെ ഔട്ട്. ആ വാട്ടർ ജാക്കറ്റിന്റെ ഔട്ടിന്റെയും ഹെഡർ ടാങ്കിലേക്കുള്ള വഴിയിലുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ തെർമോസ്റ്റാറ്റിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി എന്താണ്? ബിറ്റ്വീൻ ബോട്ടം ഹോസ്. ബോട്ടം ഹോസ് ഇവിടെയാണ്. ഇവിടെയാണ്. അവിടെ എന്തായാലും അല്ല. നമ്മുടെ മനസ്സിൽ ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ വാട്ടർ ജാക്കറ്റിന്റെയും ഹെഡർ ഹോസിന്റെയും ഇടയിലാണ് ആര് വരുന്നത്? തെർമോസ്റ്റാറ്റ് വരുന്നത്. ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, ദ പർപ്പസ് ഓഫ് ലാർജ് സ്പ്രിംഗ് ലോഡഡ് വാൽവ് ഇൻ ദ റേഡിയേറ്റർ ക്യാപ്പ്. അത് റേഡിയേറ്റർ ക്യാപ്പിൽ നമ്മൾ പഠിച്ചു, രണ്ട് വാൽവ് ഉള്ളതെന്ന് പറഞ്ഞു. ഒരു പ്രഷർ വാൽവ് ഉണ്ട്, ഒരു വാക്വം വാൽവ് ഉണ്ട്. അതിൽ വലിയ വാൽവാണ് പ്രഷർ വാൽവ്. ചെറിയ വാൽവാണ് നമ്മുടെ വാക്വം വാൽവ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ലാർജ് സ്പ്രിംഗ് ലോഡർ വാൽവ്. ലാർജ് സ്പ്രിംഗ് ലോഡർ വാൽവ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? പ്രഷർ വാൽവ് ആയിരിക്കും. അതിനാണ് ലാർജ് എന്നുള്ള ടൈം നോക്കണേ. അപ്പൊ ഈ പ്രഷർ വാൽവ് റേഡിയേറ്റർ ക്യാപ്പിൽ വെക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ വേണ്ടി. ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ നമ്മളെല്ലാം വായിക്കുക, ചാടിക്കറി നമ്മൾ ആൻസർ ചെയ്തത്. ഇറ്റ് ലോവേഴ്സ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ കൂളന്റ് ബോയിൽസ്. ഇറ്റ് പ്രിവെന്റ് ദ കൂളന്റ് എസ്കേപ്പിംഗ് വെൻ ഇറ്റ് ബോയിൽസ്. ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് റബ്ബർ ഹോസസ് കൊളാപ്സിംഗ് വെൻ ദ പ്രഷർ ഈസ് ലോ. ഇറ്റ് പ്രഷറൈസസ് ദ സിസ്റ്റം വിച്ച് റൈസസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി കൂളന്റ്. ഡി ആണ് സർ. ഡി, ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ വേണ്ടിയല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. എന്താ? ബോയിലിംഗ് പോയിന്റ് കൂട്ടി നമ്മുടെ കൂളന്റ് തിളക്കുന്ന അവസ്ഥ എത്താതെ ഇരിക്കുക, എത്താതെ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ആ ബോയിലിംഗ് പോയിന്റ് ഉയർത്തുക എന്നുള്ളതാണ് എന്ത്? ഈ ലാർജ് സ്പ്രിംഗ് ലോഡഡ് വാൽവിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം. ഇനി ഓപ്ഷൻ സി, നിങ്ങൾക്ക് പറയാമോ ഇയാള് ഏത് വാൽവ് ഉപയോഗിക്കണമെന്ന്? ഇങ്ങനെ ഒരു സാധനം റേഡിയേറ്റർ ഉണ്ടോ? ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് rubber hoses collapsing when the pressure is low. ഇങ്ങനെ ഒരു കേസ് എവിടെയെങ്കിലും ഉണ്ടോ? ഓർക്കണ്ട. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ ദ പർപ്പസ് ഓഫ് സ്മോൾ സ്പ്രിംഗ് ലോഡഡ് വാൽവ് ഇൻ ദ റേഡിയേറ്റർ ക്യാപ്പ് എന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദ പർപ്പസ് ഓഫ് സ്മോൾ വാൽവ്, അങ്ങനെയാണ്. ദ പർപ്പസ് ഓഫ് സ്മോൾ വാൽവ് ഇൻ ദ റേഡിയേറ്റർ ക്യാപ്പ് എന്നായിരുന്നെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ സ്മോൾ വാൽവ് ആരാണ്? സ്മോൾ വാൽവ് വാക്വം വാൽവ് ആണ്. വാക്വം വാൽവ്. ഈ വാക്വം വാൽവിന്റെ ഫംഗ്ഷൻ നിങ്ങൾ മറന്നുപോയി, അതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാതെ. ഈ വാക്വം വാൽവിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മളുടെ ചൂടായി കഴിയുമ്പോഴാണ് ഇയാൾ എന്ത് സംഭവിക്കുന്നത്? ബോയിൽ ചെയ്യാനുള്ള സാധ്യത. അപ്പൊ ആ സമയത്താണ് പ്രഷർ ക്യാപ്പ് വെച്ച് നല്ല ടൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ഇയാളുടെ ബോയിലിംഗ് പോയിന്റ് കൂടുകയും ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഇയാൾ തണുക്കുന്നൊരു സമയമുണ്ട്. അതായത് ഈ കൂളന്റ് ഹീറ്റ് ആവുന്ന പോലെ തന്നെ റേഡിയേറ്ററിൽ കടന്നുപോയി ഇയാൾ തണുക്കുന്ന ഒരു സമയമുണ്ട്. ആ തണുത്ത് കഴിയുമ്പോൾ ഇയാൾ കോൺട്രാക്ട് ചെയ്യാനുള്ള, അതായത് നേരത്തെ ഹീറ്റ് കിട്ടി എക്സ്പാൻഡ് ചെയ്ത് പ്രഷർ കൂടുന്ന പോലെ തന്നെ ഇയാൾ കൂളായി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കോൺട്രാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നേരത്തെ ഒക്യുപ്പൈ ചെയ്തിരുന്ന അത്രയും വോളിയം ഇയാൾ എന്ത് ചെയ്യില്ല? രണ്ടാമത്തെ കേസിൽ ഒക്യുപ്പൈ ചെയ്യില്ല, കോൺട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ഒരു എന്ത് വരും? ഒരു ഗ്യാപ്പ് വരും, ശരിയല്ലേ? ഒരു പ്രഷർ ഡ്രോപ്പ് അകത്ത് വരും.
അങ്ങനെ വരുമ്പോൾ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായതുകൊണ്ട് ആ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും, ഈ പ്രഷർ കുറഞ്ഞ ഭാഗത്തെ ഓസിനെ ചളക്കി കളയും. പുറത്തുനിന്ന് തള്ളി കിട്ടിയിട്ട് ആ ഓസ് എന്ത് ചെയ്യും, ചളങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ വാക്വം വാൽവ് എന്ന് പറയുന്ന വാൽവ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ വാക്വം വാൽവ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ആ ഒരു റിസർവ് ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഓർക്കണ്ട, റിസർവ് ടാങ്കിൽ നിന്നും ഈ ഫ്ലൂയിഡ് അല്ലെ കൂളന്റ് ഇറങ്ങി വന്നിട്ട് ആ എന്താണ് വേക്കന്റ് ആയിട്ടുള്ള സ്പേസിനെ ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഓസ് കൊളാപ്സ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന പ്രശ്നം നമുക്ക് അവിടെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാർജ് സ്പ്രിംഗ് ലോഡർ വാൽവ് ആണെങ്കിൽ അത് എന്താണ്, നമ്മുടെ പ്രഷർ വാൽവ് ആണ്. സ്മോൾ വാൽവ് എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ എന്താണത്, വാക്വം വാൽവ് ആണ്. ഇങ്ങനെയായിരുന്നെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ, വാക്വം വാൽവ് ആയിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒക്കെ അത് എടുത്ത് കേൾക്കുക കേട്ടോ, നോട്ടൊക്കെ ഒന്നുകൂടി പഠിക്കാം. ഓക്കെ, then the type of thermostat most commonly used in modern engines. വാക്സ് പെല്ലറ്റ് ആണ് സർ. വാക്സ് പെല്ലറ്റ് ആണ്. ഇതിൽ നമ്മൾ വേറെ ഒന്നുമില്ല, ഓർത്തിരിക്കാന്നുള്ളതാണ്. വാക്സ് പെല്ലറ്റ് ടൈപ്പ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, മോഡേൺ എഞ്ചിൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കോമൺ ആയിട്ട് ഇപ്പം ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്, വാക്സ് പെല്ലറ്റ് ആണ്. ഇതാണ് ഒരു വാക്സ് പെല്ലറ്റിന്റെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഓറഞ്ച് ഷേപ്പ് കാണുന്നതാണ് നമ്മളുടെ ആ ഒരു പെല്ലറ്റിലെ വാക്സ് എന്ന് പറയുന്നത്. അപ്പോ ഹീറ്റ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു തെർമോസ്റ്റാറ്റ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഞ്ചിൻ പെട്ടെന്ന് വാമപ്പാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹീറ്റ് കൂടി കഴിയുമ്പോൾ ഈ വാക്സ് ഉരുകി കഴിയുമ്പോൾ ലിക്വിഡ് ഫോമിലേക്ക് വരുമ്പോൾ ഇയാൾ എക്സ്പാൻഡ് ചെയ്യും. സോളിഡിനെ അപേക്ഷിച്ചിട്ട് ലിക്വിഡ് ഫോമിലേക്ക് വരുമ്പോൾ അതിൽ എക്സ്പാൻഷൻ നടക്കും. അപ്പൊ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഈ റോഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങുകയും നമ്മുടെ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. ഓപ്പൺ ആയിട്ട് അതിൽ എന്ത് ചെയ്യും, നമ്മുടെ കൂളന്റിനെ റേഡിയേറ്ററിലേക്ക്, എഞ്ചിനിൽ നിന്ന് വരുന്ന കൂളന്റിനെ റേഡിയേറ്ററിലേക്ക് കടന്നു പോകാനായിട്ട് സമ്മതിക്കും. അതാണ് വാക്സ് പെല്ലറ്റ് ടൈപ്പ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്തത്, to ensure the effective cooling of each cylinder the engine is surrounded by. ഡയറക്റ്റ് ചോദ്യമാണ്. വാട്ടർ ജാക്കറ്റ് ആയിരിക്കും. അതായത് എഞ്ചിന് ചുറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ്, വാട്ടറിന്റെ കടന്നു പോകാൻ പാകത്തിന് നമ്മുടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത്, ഓപ്ഷൻ സി, വാട്ടർ ജാക്കറ്റ്. ഓപ്ഷൻ സി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. then അടുത്തതും, which component of the pump that makes water to circulate in the cooling system. കൂളിംഗ് സിസ്റ്റത്തിനകത്ത് വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആ പമ്പിന്റെ കമ്പോണന്റ് ഏതാണ്? ഫാൻ, ബോഡി, ഇംപെല്ലർ, പുള്ളി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. വിച്ച് കമ്പോണന്റ് ഓഫ് പമ്പ്, പമ്പിന്റെ കമ്പോണന്റ് ആണ് പമ്പ്. ഇംപെല്ലർ എന്ന് പറയുമ്പോ മറ്റേ പ്രഷർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കണല്ലേ, ബോഡി. ബോഡിയാണ് സാറേ. നമ്മള് എന്ത് പമ്പ ഉപയോഗിക്കണേ, എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തില് എന്ത് പമ്പ? സെൻട്രിഫ്യൂഗൽ അല്ലേ? സെൻട്രിഫ്യൂഗൽ പമ്പാണ് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് തന്നെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പമ്പിൽ എവിടെയെങ്കിലും ഫാൻ ഉണ്ടോ? ഫാൻ ഉണ്ടോ എവിടെയെങ്കിലും? ബാക്ക് സൈഡിൽ ഫാൻ ഉണ്ടോ? ഒരു ഫാൻ കണ്ടല്ലോ സാറേ. ഇല്ല സാറേ, ഇല്ലാന്ന് തോന്നുന്നു. മറ്റേ ചൂട് കളയാൻ വേണ്ടി, മറ്റേ മോട്ടറിന്റെ ഹീറ്റ് കളയാൻ വേണ്ടി. അതല്ല മോട്ടറും പമ്പും രണ്ടല്ലേ? ഫിഗർ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണോട്ടാ, പഴയ കാര്യം. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു പാർട്ട് ഉണ്ട്, ഒരു ഇംപെല്ലർ എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. ഇവിടെയാണ് നടുക്കാണ് മോട്ടറിന്റെ ഷാഫ്റ്റ് വരുന്നത്. ഇതാണ് ഷാഫ്റ്റ്. അപ്പൊ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോ ഇംപെല്ലർ കറങ്ങും. ഇംപെല്ലറിൽ നമ്മൾ കുറെ വെയിൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടുത്തെ പമ്പ് ഈ ഷാഫ്റ്റ് വരെ എന്താണ്, ഷാഫ്റ്റ് വരെ മോട്ടറിന്റെ ഭാഗമാണ്. ഈ ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പമ്പിന്റെ ഭാഗമായ മെയിൻ ആയിട്ടുള്ള ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു സക്ഷനും ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ പമ്പിന്റെ പാർട്ട് നിന്ന് എടുത്തു വെച്ചേക്കാണ്. വിച്ച് കമ്പോണന്റ് ഓഫ് ദി പമ്പ് എന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് പമ്പിന്റെ പാർട്ട് ഏതേ ഉള്ളൂ, ഇംപെല്ലർ ആണ്. വാട്ടറിനെ സർക്കുലേറ്റ്, അതായത് സക്ഷനും ഡെലിവറിയും നടത്തുന്നതാണെന്ത്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കുന്നത് ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ തൽക്കാലം സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ആ ഒരു പ്രിൻസിപ്പിളിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് വീട്ടിലത്തെ പമ്പിന് ഫുൾ ആ ഒരു ഇതാ വന്നത്. നിങ്ങൾ മനസ്സിലാക്കാം, മോട്ടറും പമ്പും ഒന്നല്ല.
പമ്പ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ, ഒരു കേസിങ്ങും അതിനകത്തൊരു ഇമ്പല്ലറും ആയി പമ്പായി. ആ ഇമ്പല്ലറിനെ കറക്കാൻ ഇപ്പൊ മോട്ടർ വേണമെന്നില്ല, നമുക്ക് പമ്പ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, കൈ വെച്ചിട്ട് ആ ഇമ്പല്ലറിനെ കറക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പമ്പ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇമ്പല്ലർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ദ പമ്പ് പമ്പ്സ് ദ വാട്ടർ ടു ദി എഞ്ചിൻ ബ്ലോക്ക് ബൈ. ഒരു എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തില് പമ്പ് വാട്ടറിനെ എഞ്ചിൻ ബ്ലോക്കിലേക്ക് പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഡൈനാമിക് ഫോഴ്സ്, കൈനറ്റിക് ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ആയിരിക്കുമല്ലോ. ആയിരിക്കും, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പമ്പ് ഏതാ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ ഒരു പമ്പ് വാട്ടറിന്റെ ആ ഒരു പമ്പിംഗ് ആക്ഷൻ അവിടെ നടക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും സിമ്പിൾ ചോദിക്കുമോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മള് കൺഫ്യൂഷൻ ആലോചിച്ച് നമ്മള് തെറ്റായ ആൻസർ കുത്തും. നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ ഇത്തിരി സിമ്പിൾ അല്ലേ, ഡയനാമിക് ഫോഴ്സ് കുത്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും. അല്ല, ശരിക്കും സത്യം. അതെങ്കിലും ആലോചിക്കുമ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ഒരു തരുമോന്നൊക്കെ ഒരു ചിന്ത വരും അവിടെ ഇരിക്കുമ്പോ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ വിശ്വസിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത്. നെയിം ദ ടൈപ്പ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡഡ് വിത്ത് വാട്ടർ പമ്പ്. വാട്ടർ പമ്പ് ഉപയോഗിക്കുന്ന വാട്ടർ കൂളിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം ആയിരിക്കുമല്ലോ. തെർമോസിഫൺ, ഫോഴ്സ്ഡ് സർക്കുലേഷൻ. ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്താ ഞാൻ പറഞ്ഞിട്ടോ ഓർക്കണല്ലോ, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഈ ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ഏതാണ്? എയർ ആണോ? ഡയറക്റ്റ് എയർ എയർ ആണ്, എയർ കൂളിംഗ് ഇല്ലേ? എയർ കൂളിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയാം. എയർ കൂളിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ കൂളിംഗ് മീഡിയം എയർ ആണ്. ഈ എയർ എന്തിനെയാണോ തണുപ്പിക്കേണ്ടത് അതിന് ഡയറക്റ്റ് ആണ് ഇടിക്കുന്നത്, അല്ലെ? സിലിണ്ടർ വാൾസിലേക്ക് ഡയറക്റ്റ് ആണ്. ഇപ്പൊ ബൈക്കിന്റെ ഒക്കെ സിലിണ്ടർ വാൾസിലേക്ക് ഡയറക്റ്റ് ആണ് അയാളുടെ കോണ്ടാക്ട് വരുന്നത്. അപ്പൊ എയർ കൂളിംഗ് സിസ്റ്റത്തിനെ നമുക്ക് എന്തും വിളിക്കാം, ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം എന്നും വിളിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ കൂളിംഗ് സിസ്റ്റം ഇൻഡയറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഡയറക്റ്റ് അല്ല എഞ്ചിനുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഒരു വാട്ടർ ജാക്കറ്റിന്റെ ഒരു ഇടയുണ്ട്, അല്ലെ? ഒരു വാട്ടർ ജാക്കറ്റ് സെപ്പറേഷൻ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അയാൾ എന്ത് വിളിക്കും, ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം വിളിക്കും. അപ്പോ ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആൻസർ വരാത്തതിന് കാരണം പറയാമോ? അതിപ്പോ എല്ലാത്തിലും വാട്ടറിന് പമ്പ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ഇപ്പൊ തെർമോസിഫൺ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആണ് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ പമ്പ് ഉപയോഗിക്കണം നിർബന്ധമില്ല. അപ്പൊ ഇവിടെ പമ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞേക്കണോണ്ട് അവിടെ ഒറ്റ ആൻസർ ഉള്ള എന്താണ്, ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം. ഓക്കെ, then if the thermostat, നല്ലൊരു ചോദ്യമാണത്. if the thermostat is stuck closed the engine will. തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ട് അയാൾ ക്ലോസ് ആയിരിക്കുകയാണ്, 80 ഡിഗ്രി ആയാലും അയാൾ ഓപ്പൺ ആവാനുള്ളതാണ്, എന്ത് സംഭവിക്കുന്നു? എഞ്ചിൻ വാം അപ്പ് സ്ലോലി, ഓവർ ഹീറ്റ്, ഫെയിൽ ടു സ്റ്റാർട്ട്, ഐഡിൽ. ഫെയിൽ ടു സ്റ്റാർട്ട് ആണോ സാറേ? പറഞ്ഞോ, ആലോചിച്ച് പറഞ്ഞു. തെർമോസ്റ്റാറ്റ് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതെന്താ ഫെയിൽ ടു സ്റ്റാർട്ട് വരാൻ കാരണം? എഞ്ചിൻ വാമാവില്ലല്ലോ, സ്റ്റക്കായ, അതാണോ? ആലോചിച്ച് പറഞ്ഞു. ക്ലോസ്ഡ് ആയിരുന്നു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ നല്ലൊരു ചോദ്യമാണെന്ന് പറയാൻ കാരണം ഇതാണ്. തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വാൽവ് ഓപ്പൺ ആവാണ്ടിരിക്കുകയല്ലേ ചെയ്യാ, അതായത് തിരിച്ച് റേഡിയേറ്ററിനകത്തേക്ക് പോവാണ്ടിരിക്കലും സംഭവിക്കുക. അതായത് ഞാൻ ആൻസർ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അയാളുടെ ഉത്തരം എന്ന് പറയുന്നത് ഓവർ ഹീറ്റ് ആണ്. തെർമോസ്റ്റാറ്റ് ക്ലോസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. എങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ ഫിഗർ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇതാണ് ഒരു സിമ്പിൾ ഫിഗർ, തെർമോസ്റ്റാറ്റ് വാൽവ് വെച്ചിട്ടുള്ള സിമ്പിൾ ഫിഗർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇയാള് ക്ലോസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയേറ്ററിലേക്ക് ഇയാള് ഫ്ലോ സമ്മതിക്കില്ല, ശരിയല്ലേ? അതാണ് തെർമോസ്റ്റാറ്റ്. അത് ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവിടെ നിന്ന് വാട്ടർ വന്നു കഴിഞ്ഞാല് എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും, കൂളന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കുമ്പോ അതിന്റെ കൂളിംഗ് കപ്പാസിറ്റി കുറയും, എഞ്ചിൻ കൂളിംഗ് കുറയും. ഓക്കെ, ഇയാള് 80 ഡിഗ്രി എത്തിക്കഴിയുമ്പോ ഇയാൾ ഓപ്പൺ ആകണമായിരുന്നു, അതാണ് ഇയാളുടെ വർക്കിംഗ്. പക്ഷെ സ്റ്റക്ക് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാല് 80 ഡിഗ്രി എത്തിയാലും ഇയാൾ ഓപ്പൺ ആവൂല. അതിനുശേഷവും അതേ വാട്ടർ കറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
എഞ്ചിൻ ടെമ്പറേച്ചർ ഭയങ്കര ഹീറ്റ് കൂടുതലായി. ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, വാമപ്പ് സ്ലോലി അല്ല, വാമപ്പ് ആവുന്ന ആ ഒരു ടൈമൊക്കെ ഓക്കെ, പഴയ ടൈം തന്നെ. പക്ഷെ വാമപ്പിന് ശേഷം എന്ത് ചെയ്യണം? തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആകണം. ഓപ്പൺ ആവണം. ഓപ്പൺ ആകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇഫ് ദ തെർമോസ്റ്റാറ്റ് ഈസ് ഇൻ ഓപ്പൺ പൊസിഷൻ, ആൾക്ക് ക്ലോസ് ആവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഓപ്പൺ ആയിരിക്കുകയാണെങ്കിലോ, അപ്പൊ വാമപ്പ് സ്ലോലി ആയിരിക്കും, വാമപ്പ് ആവില്ല. ഓപ്ഷൻ ചെയ്യാൻ ശരി, വാമപ്പ് സ്ലോലി. ഇയാള് എപ്പോഴും ഓപ്പൺ ആണെങ്കിൽ ആ 80 ഡിഗ്രി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വാട്ടർ എപ്പോഴും റേഡിയേറ്റർ വഴി തന്നെ ഇങ്ങനെ അപ്പൊ സ്ലോ എന്തായിരിക്കും? വാമപ്പ് ആയിരിക്കും അവിടെ നടക്കുന്നത്. വാമപ്പ് സ്ലോലി. ഇയാൾ ഓപ്പൺ ആയിട്ടിരുന്നാൽ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളണം, ക്ലോസ്ഡ് എന്നുള്ളത് ഓപ്പൺ ആയാലേ ആൻസർ മാറും. Then on leaving the engine, coolant goes to, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എഞ്ചിനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കൂളന്റ് എങ്ങോട്ടാണ് പോകുന്നത്? പമ്പ് ഇൻലെറ്റ്, ഹെഡർ ടാങ്ക്, കളക്ടർ ടാങ്ക്, ജാക്കറ്റ്. അത് ഹെഡർ ടാങ്കിലോട്ടല്ലേ? ടാങ്കിലൊക്കെ ആയിരിക്കും. അതന്നെയല്ലേ? അതെ, എഞ്ചിനിൽ നിന്ന് ലീവ് ചെയ്യുന്നത് ഏത് വഴി തന്നെയാണ്? നമ്മളുടെ വാട്ടർ ജാക്കറ്റ് വഴി തന്നെയാണ്. ഈ ഹെഡർ ഹോസ് വഴിയാണ് അയാൾ എങ്ങോട്ട് ചെല്ലുന്നത്? ഹെഡർ ടാങ്കിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. പമ്പിന്റെ അവിടെ, പമ്പൊക്കെ താഴെയാണ്, വാട്ടർ പമ്പൊക്കെ താഴെ വരുന്നത്. അതല്ല, കളക്ടർ ടാങ്ക് താഴെയാണ് വരുന്നത്. ജാക്കറ്റ് എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ കൂടിയാണ് ഓൾറെഡി ഒഴുകി വരുന്നത്. ഓക്കെ, അപ്പോ എഞ്ചിനിൽ നിന്ന് പുറപ്പെട്ടാൽ അയാൾ ആദ്യം ചെല്ലുന്നത് എങ്ങോട്ടാണ്? ഹെഡർ ടാങ്കിലേക്കാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. Then the main purpose of the fan of a liquid cooling system, മറ്റൊരു നല്ല ചോദ്യമാണ്. The main purpose of the fan of a liquid cooling system for an engine is to, നമ്മുടെ കൂളിംഗ് സിസ്റ്റം അതിലെ ഒരു ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനാണെന്നാണ്? സ്പീഡ് പറയുമ്പോൾ എയർ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി. അത് തന്നെയാണ്. Given an air flow when the vehicle speed is low. അതായത് നമ്മുടെ വെഹിക്കിൾ സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഇവിടെ ഫിഗർ നോക്കിയേ, ഇവിടെ റേഡിയേറ്റർ ഉണ്ടല്ലേ? അപ്പൊ റേഡിയേറ്ററിലേക്ക് എയർ ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വണ്ടി എത്ര സ്പീഡിൽ ഓടുന്നോ അത്രയും സ്പീഡിൽ എന്ത് ചെയ്യും? എനിക്ക് റേഡിയേറ്ററിന് മുകളിലേക്ക് എയർ ഫ്ലോ കിട്ടുകയും അതിനനുസരിച്ചിട്ട് അവിടെ നല്ലൊരു കൂളിംഗ്, ഈ ടെമ്പറേച്ചർ കൂടിയ വാട്ടറിന്റെ കൂളിംഗ് അവിടെ എനിക്ക് കിട്ടും, അല്ലെ? എഞ്ചിൻ വണ്ടി എത്ര സ്പീഡിൽ ഓടുന്നോ അത്രയും എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും? റേഡിയേറ്ററിൽ കൂളിംഗ് കിട്ടും. പക്ഷെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ ഈ എയറിന്റെ ഫ്ലോ കുറയും, എയറിന്റെ പാസേജ് കുറയും. അങ്ങനെ കുറയുന്ന സമയത്തും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ കൂളന്റ് ഹീറ്റ് എടുത്തുകൊണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഹെഡർ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വാട്ടറിനെ തണുപ്പിക്കാൻ മാത്രം കപ്പാസിറ്റി ആർക്കുണ്ടാവില്ല? അവിടെ ചുറ്റിനുള്ള എയറിന് അവിടെ ഉണ്ടാവില്ല. കാരണം അയാളോട് ഓൾമോസ്റ്റ് എന്താണ്, സ്റ്റേഷനറിയാണ്, വണ്ടി നിർത്തുക അല്ലെങ്കിൽ സ്പീഡ് കുറയുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് ഈ റേഡിയേറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന വാട്ടറിലേക്ക് എയറിനെ തള്ളി വിടാൻ വേണ്ടിയിട്ടാണെന്ത് നമ്മൾ ഈ ഫാൻ ഉപയോഗിക്കുന്നത്, റേഡിയേറ്റർ ഫാൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻസർ ഡി ആണ്. ഗിവൺ ആൻഡ് എയർ ഫ്ലോ വെൻ ദ വെഹിക്കിൾ സ്പീഡ് ഈസ് ലോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മള് കുറെ ദൂരമൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നമ്മള് ഷെഡിലേക്ക് ഒതുക്കി ഇടുന്ന സമയത്ത് നമ്മൾ നിർത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു 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 മുളക്കം കേൾക്കും, ബോണറ്റിനകത്ത് മുളക്കം കേൾക്കാറുണ്ട്. അത് ഈ ഫാൻ കറങ്ങുന്നത്. കാരണം എന്താ? വണ്ടി എഞ്ചിൻ അത്ര ഹോട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് എഞ്ചിൻ ഓഫ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ കൂളിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ കിട്ടിയ അത്രയും എയർ ഫ്ലോ കിട്ടാത്തത് കൊണ്ട് ആ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നമ്മുടെ മനസ്സിലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് കുത്താം. ഗിവൺ ആൻഡ് എയർ ഫ്ലോ വെൻ ദ വെഹിക്കിൾ സ്പീഡ് ഈസ് ലോ. ഓക്കെ, അടുത്തത് എ പ്രഷർ ക്യാപ്പ് കണ്ടെയ്ൻസ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും. പ്രഷർ വാൽവ്, തെർമോസ്റ്റാറ്റ് വാൽവ്, ബ്ലോ ഓഫ് വാൽവ്, പ്രഷർ ആൻഡ് വാക്വം വാൽവ്. ഓപ്ഷൻ ഡി ആണ്. തെർമോസ്റ്റാറ്റ് ഒരു പ്രഷർ ക്യാപ്പില് പ്രഷർ വാൽവ് ഉണ്ട്, വാക്വം വാൽവ് ഉണ്ട്. ലാർജ് വാൽവ് ആണ് പ്രഷർ വാൽവ്, കമ്പാരിറ്റീവ്ലി സ്മോൾ വാൽവ് ആണ് വാക്വം വാൽവ്. ഓക്കെ, അടുത്തത് അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റാർട്ട്സ് ടു ഓപ്പൺ? 80 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു വാല്യൂ ഉണ്ടോ? 80 ഡിഗ്രി സെൽഷ്യസിലാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവുന്നത്. അടുത്തത് ദ ടൈപ്പ് ഓഫ് പമ്പ് യൂസ്ഡ് ഇൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം? സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ഇതിന് വീണ്ടും നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഓക്കെ,
പർപ്പസ് ഓഫ് ഫാൻ ഇൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ഈസ് ടു ഡ്രോ എയർ ത്രൂ റേഡിയേറ്റർ. റേഡിയേറ്ററിൽ കൂടെ ഡ്രോ എയർ ത്രൂ റേഡിയേറ്റർ. റേഡിയേറ്റർ. ബി ആണ് നമ്മളുടെ ആൻസർ. ഇതൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇൻക്രീസ് ഫ്ലോ ഓഫ് കൂളന്റ് അല്ല, ഓപ്ഷൻ സി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂൾ ദ എഞ്ചിൻ ബൈ ബ്ലോവിംഗ് എയർ ഓവർ ഇറ്റ്. എഞ്ചിനിലേക്ക് എന്താണ് എയർ പാസ് ചെയ്യിക്കാന്നുള്ളതേ അല്ല ആരുടെ ഫംഗ്ഷൻ, റേഡിയേറ്റർ ഫാന്റെ ഫംഗ്ഷൻ. ആ ഒറ്റ ഫംഗ്ഷനുള്ള എന്താണ്, റേഡിയേറ്ററിൽ ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എയറിനെ പാസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. എവിടെയാണ് റേഡിയേറ്റർ ഫാനിന്റെ ഇരിപ്പ്, എവിടെയാണ് അയാളുടെ പൊസിഷൻ, എവിടെയാണ്? റേഡിയേറ്ററിന്റെ ഫ്രണ്ടിലാണോ പുറകിലാണോ മുകളിലാണോ? അതുകൂടി ശ്രദ്ധിച്ചേക്കാം, ഫിഗറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചേക്കാം. റേഡിയേറ്റർ ഫാനിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് റേഡിയേറ്ററിന്റെ ബാക്കിലാണ്. വീട്ടില് കാർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റുമോ ഫാൻ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ പർപ്പസ് ഓഫ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ എയർ ത്രൂ റേഡിയേറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ദ പർപ്പസ് ഓഫ് വാട്ടർ പമ്പ് ബൈപ്പാസ് ഹോൾ ഇൻ ദി കൂളിംഗ് സിസ്റ്റം. നമ്മൾ കണ്ടു തെർമോസ്റ്റാറ്റ് ഉള്ള സമയത്ത് ഒരു ബൈപ്പാസ് ഹോൾ ഉണ്ട്, ബൈപ്പാസ് ഒരു വഴിയുണ്ട് ബൈപ്പാസ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അത് എന്തിനാണെന്ന്, it prevents air pockets in the pump housing, it prevents collapsing of radiator hoses, it allows the coolant to flow within the engine while thermostat is closed, it does not serve any purpose. C ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, ആ ബൈപ്പാസ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എഞ്ചിന് ചുറ്റും തന്നെ ആ വാമ ടെമ്പറേച്ചറായ 80 ഡിഗ്രി എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കൂളന്റ് കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബൈപ്പാസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ സി. Then അടുത്തത്, which one of the following is a cause for overheating in engine? എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാനുള്ള ഒരു കാരണം പറയാം. ലാക്ക് ഓഫ് കൂളന്റ്, സ്ലോ ആക്സിലറേഷൻ, ഹൈ കംപ്രഷൻ പ്രഷർ, ടു ഹൈ വിസ്കോസിറ്റി ഓഫ് ഓയിൽ. എ ആണ് സാറേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എ ആണ് ആൻസർ. അതായത് സ്ലോ ആക്സിലറേഷൻ ആയാലും ഹൈ ആക്സിലറേഷൻ ആയാലും എന്തിനെ ബാധിക്കുന്നില്ല, ഈ ഓവർ ഹീറ്റിങ്ങിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് കൂളന്റിന്റെ കുറവ്. അപ്പൊ നമ്മൾ എഞ്ചിൻ കൂളന്റ് ഉപയോഗിച്ച് കുറയും, നമ്മൾ ഇറക്കം എന്ത് ചെയ്യണം, റീഫിൽ ചെയ്യാൻ റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ലാക്ക് ഓഫ് കൂളന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്തായാലും വരില്ല, ടു ഹൈ വിസ്കോസിറ്റി, ഇതൊക്കെ ലൂബ്രിക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്, കൂളിംഗ് സിസ്റ്റം അല്ല. അപ്പൊ ലാക്ക് ഓഫ് കൂളന്റ് ആണ് ഉത്തരം. അപ്പൊ ഇത്രയും ഒരു 25 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് കൂളിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇത് രണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കരുത് കേട്ടോ, കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. ലൂബ്രിക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് വരാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നിങ്ങൾക്ക് തൊട്ടുമുമ്പ് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ കൂളിംഗ് സിസ്റ്റത്തിലെ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ക്ലാസ് മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാട്ടോ നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിന്റെ ലൂബ്രിക്കേഷന്റെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഔട്ട്ലെറ്റ് ഈസ് കണക്റ്റഡ് ടു. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് ഔട്ട്ലെറ്റ്, ഒരു പമ്പ് ഉണ്ടാവും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. നമ്മൾ എവിടെയാണ്, ഒരു പാൻ അല്ലെ ക്രാങ്ക് കേസിന്റെ താഴെയായിട്ട് ഒരു ഓയിൽ പാൻ ഉണ്ടാവും സാധാരണ. ഡ്രൈ സംഭാണെങ്കിൽ വേറെ സെപ്പറേറ്റ് ടാങ്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ആവശ്യമുള്ള പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പമ്പിൽ നിന്നും ഇയാള് പമ്പ് ഔട്ട്ലെറ്റ്, അത് പമ്പിൽ നിന്ന് പുറത്ത് വരുന്ന ആള് ആദ്യമായിട്ട് എങ്ങോട്ടാണ് ചെല്ലുന്നത്? ഓയിൽ ഷാഫ്റ്റ് ആണോ, ഓയിൽ ഗാലറി ആണോ, ടൈമിംഗ് ആണോ, ഫിൽറ്റർ ഇൻലെറ്റ് പൈപ്പ് ആണോ? ഗാലറി ആണോ സാറേ? ഗാലറി ആണ്. നമ്മള് ക്ലാസ് പറഞ്ഞപ്പോ പമ്പ് ചെയ്തിട്ട് ഒന്നുമില്ല, ഈ ഗാലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൈപ്പാണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു പൈപ്പാണ്. ആ പൈപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്ത് ഇയാളെ, ഈ പ്രഷറുള്ള ആളെ ഇങ്ങോട്ട് എത്തിക്കും. അപ്പൊ അവിടെ നിന്നാണ് എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അയാളെ എങ്ങോട്ടൊക്കെ പോകണം എന്ന് വിടുന്നത് ഈ ഗാലറിയാണ്. ഗാലറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ജസ്റ്റ് ഒരു പൈപ്പാ. ഓക്കെ, ഇയാളെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം, താൽക്കാലികമായിട്ട് ഒന്ന് പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥലമാണെന്ത് ഗാലറി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, പമ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന ആള് ആദ്യം ചെല്ലുന്ന എവിടെ ആയിരിക്കും, ഗാലറിയിലേക്ക്. അവിടെ നിന്നാണ് ബാക്കി എല്ലാ പാർട്ടിലേക്കും അയാൾ ചെല്ലുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ
ആൻസർ. ഓയിൽ ഗാലറി ഇൻ സിലിണ്ടർ ബ്ലോക്ക്. അപ്പൊ ഇയാളുടെ ആൻസർ ഒക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. അടുത്തത് എ റിലീഫ് വാൽവ്. ഇവിടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ റിലീഫ് വാൽവിന്റെ വരുന്നത്. എ റിലീഫ് വാൽവ് ഈസ് ഫിറ്റഡ് ടു ദി മെയിൻ ഓയിൽ ഗാലറി ഓഫ് ആൻ എഞ്ചിൻ. ദ പർപ്പസ് ഓഫ് ദിസ് വാൽവ്, അതായത് ഒരു റിലീഫ് വാൽവിന്റെ പർപ്പസ്, ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ലിമിറ്റ് ദ മാക്സിമം ഓയിൽ പ്രഷർ, ഓപ്പൺ വെൻ ദ ഓയിൽ ഈസ് ഹോട്ട്, മെയിൻറ്റെയിൻ ദ സപ്ലൈ ഇഫ് ദ ഗാലറി ബിക്കംസ് ബ്ലോക്ക്ഡ്, സ്റ്റോപ്പ് ദ ഓയിൽ ഫ്ലോ ടു ദ ബെയറിംഗ്സ് വെൻ ദ പ്രഷർ ഈസ് ലോ. എന്താണ് ഒരു പ്രഷർ റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ? പറയാമോ? എ ആണോ സാറേ? എ ആണ് ആൻസർ. ലിമിറ്റ് ദ മാക്സിമം ഓയിൽ പ്രഷർ. അതായത് എന്താണ് പ്രഷർ റിലീഫ് വാൽവ് എന്തിനാ കൊടുക്കണേ? നമ്മളുടെ പമ്പ്, ഓയിൽ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വർക്ക് ചെയ്ത് ഇയാള് സ്മൂത്ത് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പമ്പ് ചെയ്യുന്നു, ഓയിൽ എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് അയാൾ വീണ്ടും തിരിച്ച് അയാളുടെ ആ സമ്പിലേക്ക് എത്തും, അല്ലെങ്കിൽ സ്റ്റോറേജ് ആ ഒരു ഭാഗത്തേക്ക് എത്തും. അങ്ങനെയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം കാരണം ഈ ലൈനില്, ഈ ഓയില് സഞ്ചരിക്കുന്ന ആ ലൈനില് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് പമ്പിലേക്ക് തിരിച്ചൊരു തള്ളു കിട്ടും. അപ്പൊ പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് ആ കൂടിയ പ്രഷറിനെ നമുക്കൊന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പമ്പ് കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ ആരെ കൊണ്ടു നോക്കും? പ്രഷർ റിലീഫ് വാൽവിനെ കൊണ്ടുപോകും. അപ്പൊ എപ്പോഴെങ്കിലും ലൈനിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ആ വാൽവ് ഓപ്പൺ ആവുകയും ആ ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യും? കുറെ ഓയില് താഴേക്ക് നമ്മുടെ സമ്പിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ പ്രഷർ വീണ്ടും താഴും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് പ്രഷർ എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? പ്രഷർ റിലീഫ് വാൽവ് ആയിരിക്കും. അപ്പൊ ഒരു സ്പ്രിംഗ് ഒക്കെ ഉണ്ടാവും, ആ റിലീഫ് വാൽവ് സ്പ്രിംഗ് ഒക്കെ ഉണ്ടാവും. ആ സ്പ്രിംഗിന്റെ ടെൻഷൻ നിങ്ങൾ എത്ര കൂട്ടുന്നോ അത്രയും പ്രഷർ എന്ത് ചെയ്യും? അതിനകത്ത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, കാരണം അത്രയും പ്രഷർ എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ? ആ വാൽവ് ഓപ്പൺ ആവുള്ളൂ. ഇനി സ്പ്രിംഗിന്റെ ഒരു ടെൻഷൻ വളരെ കുറവാണെങ്കിലോ, അയാളുടെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ വളരെ കുറവാണെങ്കിലോ അയാൾ പെട്ടെന്ന് ഓപ്പൺ ആവും. ഓക്കെ, ചെറിയൊരു പ്രഷർ എത്തിക്കഴിയുമ്പോൾ അയാൾ പെട്ടെന്ന് ഓപ്പൺ ആവും. അപ്പോ അയാളുടെ പർപ്പസ് എന്താണ്? ലിമിറ്റ് ദ മാക്സിമം ഓയിൽ പ്രഷർ. നമ്മുടെ സിസ്റ്റത്തിനകത്ത് എത്ര ഓയിൽ പ്രഷർ വരണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഈ റിലീഫ് വാൽവ് ആണ്, പ്രഷർ റിലീഫ് വാൽവ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഓയിൽ പ്രഷർ. ഇതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഓയിൽ പ്രഷർ ഇൻ ദ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ. ഇനി പ്രത്യേകിച്ച് പറയണ്ട അല്ലെ? പ്രഷർ റിലീഫ് വാൽവ് തന്നെയാണ് അല്ലെ? ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനകത്തെ മാക്സിമം ഓയിൽ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് പ്രഷർ റിലീഫ് വാൽവ് തന്നെയാണ്. അപ്പൊ അയാളെ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് പ്രഷർ റിലീഫ് വാൽവ്. അത് മാറ്റിയും മറിച്ചും പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും ചോദിക്കാനും സാധ്യത കുറവാണ്. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. വാട്ട് ടൈം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ ഗിവൺ ടു ആൻ എഞ്ചിൻ പിസ്റ്റൺ. അപ്പൊ നമുക്കറിയാം ലൂബ്രിക്കേഷൻ സിസ്റ്റം വഴി ഒരുപാട് ഭാഗത്തേക്ക് ഓയിൽ ചെല്ലുന്നുണ്ട്. ബെയറിംഗ്സിലുണ്ട്, കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡ് ഉണ്ട്, സ്മോൾ എൻഡ് ഉണ്ട്, പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയിലുണ്ട്. അങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഓയിൽ കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോ ഈ പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ വരുന്ന ആ ഭാഗത്ത് ലൂബ്രിക്കേഷൻ നടക്കുമ്പോൾ അതിനെ പ്രത്യേകം ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. അതാണ് ഓപ്ഷൻ എ, ബൗണ്ടറി ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയാറുണ്ട്. ബൗണ്ടറി ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇത്രേ ഉള്ളൂ. ബൗണ്ടറി ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ കാര്യം ഇത്രേ ഉള്ളൂ. വളരെ ചെറിയ ഗ്യാപ്പില്, അത് നമുക്കറിയാം, പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയില്, അതായത് പിസ്റ്റന്റെ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇതാണ് നമ്മളുടെ ആ എഞ്ചിൻ സിലിണ്ടർ. ഇതിനോട് വളരെ ചേർന്നാണ് ആരിയിരിക്കുന്നത്? അവിടെ പിസ്റ്റൺ. വളരെ ചെറിയൊരു ക്ലിയറൻസ് ആണെന്ത്, ഗ്യാപ്പ് ആണെന്ത്, ഈ എഞ്ചിൻ സിലിണ്ടറിന്റെയും പിസ്റ്റന്റെയും ഇടയിൽ ഇവിടെ ഉള്ളൂ. അങ്ങനെ വളരെ ചെറിയ ഗ്യാപ്പില് നടക്കുന്ന ലൂബ്രിക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബൗണ്ടറി ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാട്ടോ, വളരെ ചെറിയ ഗ്യാപ്പിൽ നടക്കുന്ന ലൂബ്രിക്കേഷൻ ആണെന്ത്? ബൗണ്ടറി ലൂബ്രിക്കേഷൻ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ ഗിവൻ ടു ആൻ എഞ്ചിൻ പിസ്റ്റൺ. എഞ്ചിൻ പിസ്റ്റണിൽ എവിടെ ലൂബ്രിക്കേഷൻ ആവശ്യം വരുന്നത്? പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ. അത് വളരെ ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് അയാളെ നമ്മൾ ബൗണ്ടറി ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പ്രത്യേകം പേരെടുത്ത് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ സ്ലഡ്ജ് ഈസ് ഫോംഡ് ഇൻ ദ ക്രാങ്ക് കേസ് ഡ്യൂ ടു മിക്സിംഗ് ഓഫ്. അതായത് വാട്ടർ സ്ലഡ്ജ് എന്ന് പറയുന്നത് ചെളി പോലെ വരും.
നമ്മുടെ ക്രാങ്ക് കേസിനകത്താണ് സാധാരണ രീതിയിൽ ആ ഒരു ഓയിൽ സമ്പൊക്കെ ഉൾപ്പെടെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിലിനെ കെട്ടി നിർത്തി അല്ല സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വാട്ടർ സ്ലഡ്ജ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. എങ്ങനെയാണ് അത് വരുന്നതെന്ന്, ആരൊക്കെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണെന്ന്, ഫ്യൂവലും ഓയിലും തമ്മിലാണോ, വാട്ടറും ഫ്യൂവലും തമ്മിലാണോ, ഓയിലാണോ, വാട്ടർ ഓയിലാണോ സാർ? വാട്ടറും ഓയിലും തമ്മിലാണോ? എങ്ങനെ ഈ വാട്ടർ ക്രാങ്ക് കേസിലേക്ക് എത്തുന്നേ? ഈ വാട്ടർ എങ്ങനെ ക്രാങ്ക് കേസിൽ എത്തുന്നേ? ആ നമ്മളൊരു ഇത് പഠിച്ച ഓർക്കണ്ടോ, എന്താണ് നമ്മുടെ ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഒക്കെ പഠിച്ചത്? ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്തായിരുന്നു? ഈ കമ്പഷൻ നടക്കുന്ന സമയത്ത് ഈ കമ്പഷൻ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോ പിസ്റ്റന്റെയും സിലിണ്ടറിന്റെ ഒക്കെ ഗ്യാപ്പിൽ കൂടി ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങി വരും. ഓക്കെ, ഈ കമ്പഷൻ പ്രൊഡക്ട്സിൽ ഒരു പാർട്ടാണെന്ത്, വാട്ടർ വേപ്പർ. കത്തിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരാളാണ് വാട്ടർ വേപ്പർ. അപ്പൊ ക്രാങ്ക് കേസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇയാള് ചിലപ്പോൾ കമ്പാരിറ്റീവ് ഒന്നുകൂടി തണുത്തിട്ട് ഇയാള് കണ്ടൻസ് ചെയ്ത് വാട്ടർ ആവും. ഓക്കെ, അപ്പൊ ക്രാങ്ക് കേസിന്റെ താഴെ ആരുണ്ട്, ഓൾറെഡി ഓയിൽ ഉണ്ട്, അങ്ങോട്ട് ആരും ചെല്ലും, വാട്ടറും ചെല്ലും. ഇവര് തമ്മിൽ മിക്സ് ആയിട്ടാണ് എന്ത്, ഈ വാട്ടർ സ്ലഡ്ജ് ഫോം ചെയ്യുന്നത്. ഒരു ചെളി പോലെ അവിടെ രൂപപ്പെടും. ഓക്കെ, അടുത്ത ചോദ്യം, the two type of lubricating systems used in engines. എഞ്ചിൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെ ചോദിച്ചേക്കണം. നിങ്ങൾ പഠിച്ച കുറെ ടൈപ്പ് പഠിച്ചില്ലേ, അതിൽ ഏതൊക്കെ ടൈപ്പ് ആണ് കേട്ടേക്കണെന്ന് വെച്ചാൽ അത് തന്നെ ആൻസർ. ഓപ്ഷൻ ഡി സ്പ്ലാഷ് ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ടൈപ്പ് ഒന്നും നിങ്ങൾ അവിടെ കേട്ടിട്ടില്ല. അതൊക്കെ വെറുതെ ഓപ്ഷൻ തേക്കാൻ വേണ്ടി കൊടുത്തേക്കണതാ. ഹൈ ആൻഡ് ലോ പ്രഷർ, പ്രഷർ ആൻഡ് വാക്വം, പമ്പ് ആൻഡ് ഗ്രാവിറ്റി. അപ്പൊ സ്പ്ലാഷ് ടൈപ്പും പ്രഷർ ടൈപ്പും ആണ് എന്ത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലൂബ്രിക്കേഷൻ ഈസ് ടു. ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത്, ലൂബ്രിക്കേഷന്റെ പ്രാഥമിക ഫംഗ്ഷൻ. ഏറ്റവും മോസ്റ്റ് ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. ബാക്കിയെല്ലാം ഉണ്ട്, അയാൾ ചെറിയ കൂളിംഗ് കൊടുക്കുന്നുണ്ട്, സീലിംഗ് ആക്ഷൻ കൊടുക്കുന്നുണ്ട്, ക്ലീനിങ് ആക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അയാളുടെ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അയാൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റെഡ്യൂസ് വിയർ, തേയ്മാനം കുറക്കുക. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ്, അതായത് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്, പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദ്യം. വിസ്കോസിറ്റി ആണ്. ശ്രദ്ധിക്കാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ്കോസിറ്റി നമ്മൾ എപ്പോഴും ഒരു ഓയിലിനെ ആ ഒരു എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മളയാളെ SAE നടണങ്ങൾ, SAE 20, SAE 40 എന്നൊക്കെ നമ്മൾ പറയും. SAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് SAE 40 എന്ന് പറയുന്നതൊക്കെ ആ ഓയിലിന് കൊടുക്കുന്ന ഒരു ഗ്രേഡ് ആണ്. SAE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നാണ്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, അതാണ് SAEയുടെ ഫുൾ ഫോം. അപ്പൊ SAE 40 എന്ന് പറയുന്നത് ഈ 40 എന്ന് പറയുന്ന ഗ്രേഡ് വിസ്കോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ SAE 20 ഉണ്ടെങ്കിൽ, SAE 20 ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, SAE 20 ഓയിലും SAE 40 ഓയിലും എടുത്തു കഴിഞ്ഞാല് വിസ്കോസിറ്റി കൂടുതൽ SAE 40 ആയിരിക്കും. ഈ നമ്പർ കൂടുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിസ്കോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്താൽ മതി. SAE 20, SAE 14, SAE 60 ഉണ്ടെങ്കിലോ കൂടുതൽ വിസ്കോസിറ്റി SAE 60 ആയിരിക്കും. അപ്പൊ ഒരു ഓയിലിന്റെ വിസ്കോസിറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയാളെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വിസ്കോസിറ്റി ആണെന്ന് പറയാം. എടാ ക്ലിയർ ആവുന്നില്ല, നമ്മുടെ ഈ ഓയിൽ ക്യാൻ, ഓയിൽ ക്യാൻ നമ്മള് മറ്റേ ഓയിൽ ബോട്ടിലൊക്കെ ആണെങ്കിലേ 20W40, 15W40 അങ്ങനെയൊക്കെ അല്ലേ വന്നെ. അത് ഇതിപ്പോ സിമ്പിൾ ആയിട്ടുണ്ട്. അത് മറ്റേത് മൾട്ടി ഗ്രേഡ് ആണ്, ഇതിപ്പോ സിംഗിൾ ഗ്രേഡ് ആണ്. മറ്റേത് മൾട്ടി ഗ്രേഡ് ആണ്. എന്ന് പറഞ്ഞാല് വിന്റർ സീസണിലും സമ്മർ സീസണിലും അയാളുടെ ആ ഒരു റേഞ്ചാ പറയണത്. ഇതിപ്പോ ഒറ്റ ഗ്രേഡാ. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ വിന്റർ സമ്മർ, അതായത് വിന്റർ ആവുമ്പോ എന്ത് ചെയ്യും, കുറെ കൂടി തണുത്ത അവസ്ഥയാണ്. അപ്പൊ ആ സമയത്തുള്ള അയാളുടെ ഗ്രേഡാണ് ഈ W ഇട്ട് പറയുന്നത്. അല്ലാത്ത സമയത്ത് സാധാരണ സമയത്തുള്ളതാണ് മറ്റേത് കാണുന്നത്. അത് മൾട്ടി ഗ്രേഡ് ഓയിലാണ്. ഓക്കെ,
കോമൺ ആയിട്ട് കേട്ടത് അതുകൊണ്ടാ ചോദിച്ചത്. കോമൺ ആയിട്ടതാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരാളാണ്. സാധാരണ നമ്മൾ കാണുന്ന മൾട്ടിഗ്രേഡ് ഓയിൽ ആണ് നമ്മൾ സാധാരണ പറയുന്നത്, എഞ്ചിൻ ഓയിലൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽ ഈസ്. ഒരു ഓട്ടോമൊബൈലിൽ ഏറ്റവും കോമൺ ആയിട്ട് പ്രഷർ ആണ്. പെട്രോയിൽ എവിടെ ഉപയോഗിക്കുന്നത്? പെട്രോയിൽ ടു സ്ട്രോക്ക് സിസ്റ്റം. പെട്രോളിന്റെ പേര് പറയാമോ? പെട്രോളിന്റെ മിസ്റ്റ് ലൂബ്രിക്കേഷൻ. എന്താ സംഭവം? ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇവര് രണ്ടുപേരും കൂടിയാണ് എവിടെ കയറി ചെല്ലണേ? കമ്പഷൻ ചേമ്പറിനകത്ത് കത്താനായിട്ട് കയറി ചെല്ലണേ. അപ്പോ പെട്രോള് അയാളുടെ എന്താണ് പെട്ടെന്ന് കത്താനുള്ള കപ്പാസിറ്റി കാരണം അയാൾ പെട്ടെന്ന് കത്തുകയും ഓയിൽ എന്ത് ചെയ്യും? ഒരു മിസ്റ്റ് ഫോമിലേക്ക് മാറും. അതായത് കുറച്ചൊക്കെ കത്തിപ്പോവും, എന്നാലും മെജോറിറ്റി എന്ത് ചെയ്യും? ഒരു മിസ്റ്റ്, മൂടൽമഞ്ഞ് പോലെ ഒരു മിസ്റ്റ് പോലെ എന്ത് ചെയ്യും? ആ ഒരു ഫോമിലേക്ക് മാറും. എന്നിട്ടാണ് എന്ത് അവിടെ ലൂബ്രിക്കേറ്റിംഗ് ആക്ഷൻ അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയാനും കാരണം. ഓക്കെ, അപ്പൊ പെട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് മിസ്റ്റ് ലൂബ്രിക്കേഷൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പമ്പൊക്കെ വെച്ചിട്ടുള്ള പ്രഷർ സിസ്റ്റം ആണ്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ടു സ്ട്രോക്ക് എഞ്ചിൻ. പെട്രോയിൽ അല്ലെങ്കിൽ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. Then in the following system, the lubricating oil is carried in separate tank from where it is fed to the engine. Dry sump. പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, ഡ്രൈ സമ്പിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ബാക്കി എല്ലാത്തിലും എന്താ? ഇപ്പൊ മിസ്റ്റ് ആയാലും വെറ്റ് സമ്പ് ആയാലും സ്പ്ലാഷ് ആയാലൊക്കെ, സോറി മിസ്റ്റ് അങ്ങനെയില്ല, മിസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇനി വെറ്റ് സമ്പ് ആയാലും സ്പ്ലാഷ് ഒക്കെ ആയാലൊക്കെ എന്ത് തന്നെയാണ്? ഓയിൽ ടാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് കേസിന്റെ താഴെ നമ്മൾ ഓയിലിനെ സൂക്ഷിച്ച് വെക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ടാങ്ക് ഒന്നും അവിടെ ഇല്ല. മിസ്റ്റിൽ എന്താണ്? മിസ്റ്റിൽ അങ്ങനെയും ഇല്ല. മിസ്റ്റിൽ എപ്പോഴാണോ പെട്രോൾ അടിക്കുന്നത് ആ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്തിടും. ഓക്കെ, ഇനി ഡ്രൈ സമ്പ് സിസ്റ്റത്തിലാണ് എന്തുള്ളത്? ഒരു സെപ്പറേറ്റ് ടാങ്ക് നമ്മൾ കൊടുക്കുന്നത്. അതായത് ക്രാങ്ക് കേസിന്റെ താഴെ വളരെ കുറച്ച് ഓയിലാണ് കെട്ടിക്കിടക്കുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വലിയ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ ഓയിലിനെ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്നാണ് എന്ത് മെയിൻ ആയിട്ട് നമ്മളുടെ ലൂബ്രിക്കേഷൻ ആവശ്യമുള്ള ആ ഒരു പമ്പിങ് ആക്ഷനും കാര്യങ്ങളും പുറകെ നടക്കുന്നത്. അവർ ഡ്രൈ സമ്പ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഒരു സെപ്പറേറ്റ് ടാങ്ക് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ദ പർപ്പസ് ഓഫ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ. എന്തിനാണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ കൊടുക്കുന്നത്? ഓപ്ഷൻ എ, റിമൂവ് ഹാർംഫുൾ പാർട്ടിക്കിൾസ് ഫ്രം ദ എഞ്ചിൻ, provide proper lubrication to the engine, provide air for combustion to the engine, all of the above. All of the above ആണോ സാറേ? ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്തായിരുന്നു? വാട്ടർ വേപ്പറിനെ കളയാൻ വേണ്ടിയുള്ള. അപ്പൊ ഈ നമ്മള് കമ്പഷൻ ചേമ്പറിൽ നിന്നും ഇത് നിങ്ങളുടെ ഒരു സിലിണ്ടർ, ഇത് പിസ്റ്റൺ, ഇവിടെ നമ്മളുടെ ഒരു കേസിന് ക്രാങ്ക് കേസ് വിചാരിക്കുക. അപ്പോ ഇതിന്റെ ടോപ്പ് പാർട്ടിലാണ് നമ്മളുടെ ആ ഒരു ബേണിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നത്, അല്ലെ? കത്തുന്നത്. അങ്ങനെ കത്തി ഇതിലെ കമ്പഷൻ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ അത്ര ശരിയല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സീലിംഗ് ആക്ഷനിവിടെ ഇത്തിരി വീക്കായിരിക്കും. അത് ഗ്യാസ് ഇതിന്റെ പിസ്റ്റന്റെ മുകളിൽ എന്താണ്? കംപ്രഷനും ആ ഒരു കമ്പഷനും കത്തലും ദെൻ പവർ സ്ട്രോക്കും കാരണം ഹൈ പ്രഷറിലാണ് ഗ്യാസ് ഇരിക്കണേ. അപ്പൊ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, ആൾ എന്ത് ചെയ്യും? ക്രാങ്ക് കേസിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, അല്ലെ? ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങി വരും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലോ ബൈ. ബ്ലോ ബൈ അല്ലെങ്കിൽ ബ്ലോ ബൈ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോ ബൈ ഗ്യാസസ് എന്നും പറയാറുണ്ട്. അതിന്റെ ഒരു പാർട്ടാണ് എന്ത് നമ്മൾ പറയുന്ന വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ആള്. H2O, വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ആള്. അത് വന്നിട്ടാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ വാട്ടർ സ്ലഡ്ജ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നത് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്ന അനാവശ്യമായ ഈ കമ്പഷൻ ഗ്യാസസ് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ തള്ളി പുറത്താക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആണ് ഈ പറയുന്ന ക്രാങ്ക് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഓപ്പണിംഗ്, ഒരു ഇൻലെറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഇൻലെറ്റിൽ നിന്ന് എയർ ഫ്ലോ ചെയ്ത് വരുന്നു. ഈ പറയുന്ന ആവശ്യമില്ലാത്ത കമ്പഷൻ പ്രൊഡക്ട്സിനെയൊക്കെ തള്ളിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും.
അതാണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനാണ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇനി ഒന്ന് നോക്കിയേ, റിമൂവ് ഹാംഫുൾ പാർട്ടിക്കിൾസ് ഫ്രം ദ എഞ്ചിൻ. റിമൂവ് ഹാംഫുൾ നമ്മുടെ എഞ്ചിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നക്കാരനായിട്ടുള്ള ആ പാർട്ടിക്കിൾസ്, താഴേക്ക് ഇറങ്ങി വന്ന അനാവശ്യമായ ആൾക്കാരെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മള് ക്രാങ്ക് കേസ് വെന്റിലേഷൻ ഉപയോഗിക്കുന്നത്. വേറൊന്നുമില്ല. പ്രൊവൈഡ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ആയിട്ട് ഒരു ബന്ധമില്ല. Then provide air for combustion to the engine. ഇങ്ങോട്ട് എയർ എത്തിക്കാൻ വേണ്ടിയാണ്. അല്ല, all of the above. Okay. Then അടുത്ത ചോദ്യം, excessive lubricating oil consumption in an engine may be due to. അതായത് എഞ്ചിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ്, ഓയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടുകയാണ് നമ്മൾ. അത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഓയിൽ റീച്ചിങ് കമ്പഷൻ ചേംബർ, ഹൈ വിസ്കോസിറ്റി ഓഫ് ഓയിൽ, low oil pump delivery pressure, leakage of oil through main bearings back to sump. നോക്കിട്ട് പറഞ്ഞേ. അത് ഓയിൽ റീച്ചിങ് കമ്പഷൻ ചേംബർ ആയിരിക്കും, കത്തിപ്പോലോ. അപ്പോ ഈ ഓയിൽ കൺസംഷൻ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓയിൽ നമ്മൾ ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ശരിയാണ്. അതിനാണ് ഓയിൽ കൺസംഷൻ കൂടുക എന്ന് പറയുന്നത്. എഞ്ചിനകത്ത് നിന്നും എങ്ങനെയോ ഓയിൽ നഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ഓയിൽ കൺസംഷൻ കൂടുക എന്ന് പറഞ്ഞാല്. ബാക്കിയൊക്കെ നോക്കിയേ, ഹൈ വിസ്കോസിറ്റി ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓയിൽ കൺസംഷൻ കൂടുക എന്ന് അർത്ഥമില്ല, അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഭാഗത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഇനി പമ്പിന്റെ പ്രഷർ കുറയുന്നത് കൊണ്ടും ഓയിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ലീക്കേജ് ഓഫ് ഓയിൽ, ഇയാൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ട, ലീക്കേജ് ഓഫ് ഓയിൽ പുറത്തേക്കല്ല പോണത്, ലീക്കേജ് ഓഫ് മെയിൻ ബിയറിംഗ് ബാക്ക് ടു സമ്പ്. അയാളുടെ സർക്കുലേഷൻ പാർട്ടി തന്നെയാണ് അയാൾ പോയി വീഴുന്നത്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ആകെയുള്ള സാധ്യത എന്താണ്? കമ്പഷൻ ചേംബറിലേക്ക് എത്തിയിട്ട് നമ്മുടെ പെട്രോളിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ കൂടെ അയാൾ എന്ത് ചെയ്യും? കത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടുത്തെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, low lubricating oil pressure in an engine may be due to. അതായത് നമ്മുടെ ആ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഓയിൽ പ്രഷർ കുറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ലോ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പ്രഷർ നമ്മൾ കാണുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന്? ക്ലോഗ്ഡ് ഓയിൽ ഫിൽറ്റർ, മോർ ഓയിൽ ഫിൽഡ് ഇൻ ദ ഓയിൽ സമ്പ്, ഹൈ വിസ്കോസിറ്റി ഓഫ് ഓയിൽ യൂസ്ഡ്, എക്സസീവ് ബാക്ക്ലാഷ് ബിറ്റ്വീൻ പമ്പ് ഗിയേഴ്സ്. ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മളിവിടെ പമ്പ് ഉപയോഗിക്കുന്നത് ഗിയർ പമ്പോ റോട്ടറി പമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു പമ്പായിരിക്കും നമ്മൾ ഓയിൽ പമ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഈ എന്താണ് പമ്പ് ഗിയേഴ്സ് എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മളുടെ ആ ഒരു പ്രഷർ കുറയുന്നതെന്ന്, ഓയിലിന്റെ പ്രഷർ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ കുറയാൻ കാരണം? ഫിൽറ്റർ കംപ്ലൈന്റ് ആവുന്നതുകൊണ്ടാണോ? ക്ലോഗ്ഡ് ഓയിൽ ഫിൽറ്റർ. അപ്പോഴും എന്താണ് ഓയിൽ പ്രഷർ കൂടുകയല്ലേ? അത് ഫിൽറ്റർ അവിടെ എന്താണ് ഒരുപാട് അടഞ്ഞു പോയി കഴിഞ്ഞാല്, അഴുക്കൊക്കെ കൂടി അടഞ്ഞു പോയാല് അവിടുത്തെ പ്രഷർ കൂടുകയല്ലേ? ശരിയല്ലോ. അപ്പൊ അയാളല്ല. ഓയിൽ സമ്പില് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ലോ ഓയിൽ പ്രഷർ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ല. ഹൈ വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓയിൽ പ്രഷർ കുറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് എ ഡി ആണ് കൺഫ്യൂഷൻ. ഓക്കെ. അതായത് ഈ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞാലേ, നമ്മളുടെ ഗിയർ നമ്മൾ വരക്കുമ്പോ ടീത്ത് ഇങ്ങനെ പോവും. അതുപോലെ ഇവിടെ മേറ്റിംഗ് ഗിയർ ഉണ്ടാവുമല്ലോ, എങ്ങനെയാ മേറ്റിംഗ് ഗിയർ ഉണ്ടാവും. ഓക്കെ. അപ്പോ ഈ ടോപ്പും തമ്മിൽ ഒരു ക്ലിയറൻസ് ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. അത് കൂടാണ്ട് ഇവര് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും, വളരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഈ ടീത്തുകൾ തമ്മില്. അപ്പൊ നമ്മൾ ഈ ഗിയർ പമ്പ് എന്നൊക്കെ പറയുമ്പോ രണ്ട് ഗിയേഴ്സ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലെ? അപ്പൊ ഈ വരുന്ന ഓയില് പ്രഷറൈസ് ചെയ്യപ്പെടുന്നത് ഈ ടീത്തുകളുടെ ഇടയിൽ കിടന്നിട്ടാണ്, ഈ പല്ലുകളുടെ ഇടയിൽ കിടന്നിട്ടാണ് ഓയില് പ്രസ് ചെയ്യുന്നതും ആ ഒരു എന്താണ് ഒരു ഞെക്കുന്ന ആക്ഷൻ, പ്രസ് ചെയ്യുന്ന ആക്ഷൻ ടീത്തിന്റെ ഇടയിൽ കിടന്നിട്ടാണ്. ഓക്കെ. അപ്പൊ ഈ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞാല് ഈ സൈഡിലുള്ള ഈ ഗ്യാപ്പ് ഇത് കൂടുന്നതിനാണ് ബാക്ക്ലാഷ് കൂടാന്ന് പറയാം. ഓക്കെ. അപ്പൊ ഈ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാല് അത്രയും പ്രസ്സിങ് ആക്ഷൻ അവിടെ കുറയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം.
അപ്പൊ ബാക്ക്ലാഷ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രസിംഗ് ആക്ഷൻ, കംപ്രഷൻ ആക്ഷൻ അവിടെ കുറയുകയും അതുകൊണ്ട് തന്നെ ഓയിലിന്റെ പമ്പ് ചെയ്യുന്ന ഓയിലിന്റെ പ്രഷർ അവിടെ കുറയുകയും ചെയ്യും. അപ്പൊ അതാണ് ഉത്തരം. എക്സസീവ് ബാക്ക്ലാഷ് ബിറ്റ്വീൻ പമ്പ് ഗിയേഴ്സ്. ഓപ്ഷൻ ഡി. Then the type of oil pump used in engine lubrication system. റോട്ടറും ഗിയറും. റോട്ടറി പമ്പും ഗിയർ പമ്പും ആണ്. ഗിയർ പമ്പ്. റോട്ടറാണ് ഗിയർ പമ്പ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. then അടുത്തത് ഇത് നിങ്ങൾ പറയണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. when comparing two oils of viscosities SAE 20 and SAE 40, which one has the highest viscosity and what is meant by viscosity? പറയാമോ? ഹൈയസ്റ്റ് വിസ്കോസിറ്റി 40. ഹൈയസ്റ്റ് 40ഉം 20ഉം 40ഉം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ SAE എന്ന് പറഞ്ഞാല് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അതിനുശേഷം വരുന്ന നമ്പർ ആണ് അയാളുടെ ആ വിസ്കോസിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ 20യും 40യും എടുത്തു കഴിഞ്ഞാൽ 40 ആണ് കൂടുതൽ. ഓക്കെ, അപ്പൊ തന്നെ ഓപ്ഷൻ എയും വെട്ടി, ഓപ്ഷൻ സിയും വെട്ടി. തിക്നെസ്സും ഡെൻസിറ്റി അല്ലേ? ഡി ആണ്. ഡെൻസിറ്റി കൂടുമ്പോ തിക്നെസ്സും കൂടില്ലേ? സാധാരണ ഡെൻസിറ്റി കൂടുമ്പോ തിക്നെസ്സും കൂടില്ലേ? അതായത് കട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഡെൻസിറ്റി കൂടുന്ന ഡെൻസിറ്റി ആയിരിക്കും ആൻസർ. അങ്ങനെയല്ല. ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് തിക്നെസ് കൂടണം അങ്ങനെയല്ല. അതായത് നമ്മള് വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു വിസ്കോസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാല് ഇതൊരു ലെയർ ആണല്ലോ, ഒരു ഫിലിം ആണല്ലോ. ഫിലിമാണ് ഉണ്ടാവുന്നത്. ഈ ഓയിൽ ഫിലിമിന്റെ തിക്നെസ് കൂടുന്തോറും വിസ്കോസിറ്റി കൂടുതലാന്ന് നമ്മൾ പറയാം. ഓയിൽ ഫിലിമിന്റെ ഈ തിക്നെസ് കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? വിസ്കോസിറ്റി കൂടുതലാണ് നമ്മൾ പറയും. ആ വിസ്കോസിറ്റി ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ ഓയിൽ ഫിലിമിന്റെ തിക്നെസ് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ പറയുന്ന ടേമാണെന്ത്? വിസ്കോസിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇയാളെ നമ്മള് എന്താണ് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഡെൻസിറ്റി കൂടി കഴിയുമ്പോൾ ഡെൻസിറ്റി വിസ്കോസിറ്റി തമ്മിൽ ബന്ധമില്ലേ? ഡെൻസിറ്റി വിസ്കോസിറ്റിയും ബന്ധമുണ്ട്. ഡെൻസിറ്റിയും വിസ്കോസിറ്റിയും ഒക്കെ തമ്മിൽ ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പൊ വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ എന്താണ്? ഒരു ഓയിലിന്റെ ആ ഓയിലിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന ടേമാണ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി തന്നെ നമ്മൾ കുത്തണം. അത് അവിടെ പ്രശ്നം വരും. ഡെൻസിറ്റിയും തിക്നെസ്സും വരുമ്പോ രണ്ടും അതാണ്. അപ്പൊ അതിനാണ് നമ്മള് ശരിയായ ആൻസർ ലാസ്റ്റ് വരുന്നതും ഇടയിൽ നമ്മള് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടയിലും കാണും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് the following statements refer to lubrication of engines. അതായത് എഞ്ചിൻ ലൂബ്രിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. which one of these statement is not true? ശ്രദ്ധിക്കാട്ടാ, നോട്ട് ട്രൂ, തെറ്റായത് കണ്ടുപിടിക്കണം. ഒന്ന്, in a petrol lubrication system the ratio of petrol and oil is 20:1. നമ്മൾ പഠിച്ചിട്ടില്ല 20:1. അവിടെ നിൽക്കട്ടെ. the petrol oil lubrication system is used in 4-stroke petrol engine ഉപയോഗിക്കുന്നത്. തെറ്റാണ് അല്ലേ? അപ്പൊ നോട്ട് ട്രൂ ആണ് ചോദിച്ചേക്കണത്. അപ്പൊ ഇത് ആൻസർ ആവാം. എന്നാലും മുന്നോട്ട് പോയി നോക്കിയേക്കാം. the pressure relief valve is fitted between oil pump and oil filter. ശരിയാണ്. In a splash type lubrication system the cylinder walls are lubricated by oil thrown by scoop or dipper. കണക്കിന്റെ താഴെ ഒരു സ്പൂൺ പോലെ ഒരു സ്കൂപ്പ് പോലെ ഒരാൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കണക്കിന്റെ മൂവ്മെന്റ് കാരണം ഓയിൽ പോയി മുങ്ങുന്നു, പൊക്കിയെടുക്കുന്നു, സ്പ്ലാഷ് അടിക്കുന്നു അല്ലെ? ഇതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ് എന്ത് ഈ പറയുന്ന സിയും ഡിയും. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കാം. 20:1 മുതൽ 40:1 വരെയൊക്കെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മള് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് പറയാൻ പറ്റും. എന്ത് എന്തായാലും ഒരു 4-stroke പെട്രോൾ എഞ്ചിൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, then which one of the following can be the reason for excessive oil pressure in the lubrication system? ഒരു lubrication സിസ്റ്റത്തിനകത്ത്
ഓയിൽ പ്രഷർ എക്സസീവ് ആയ, അതായത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടി പോകാനായിട്ട് എന്താണ് കാരണം? ലോ ഓയിൽ ലെവലിംഗ് സമ്പാണോ, റോങ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിലീഫ് വാൽവ് ആണോ, ലെസ് സക്ഷൻ എഫക്ട് ഓൺ ദ സക്ഷൻ പമ്പ് ആണോ, നൺ ഓഫ് ദി അബവ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ലൂബ്രിക്കേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാല് ഈ എക്സസീവ് ഓയിൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു പ്രഷർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാൾ കൂടി പോകുന്നതിനാണ് സിസ്റ്റത്തിനകത്ത്, അതിനേക്കാൾ പ്രഷർ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എക്സസീവ് ഓയിൽ പ്രഷർ എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ഓരോന്നായിട്ട് നോക്കാം. സംശയം വന്നാൽ ഓരോന്നായിട്ട് നോക്കാം. ലോ ഓയിൽ ലെവലിന് സമ്പിനകത്ത് ഓയിൽ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് പ്രഷർ കൂടാനായിട്ട് സാധ്യതയുണ്ടോ? ഇല്ല. എന്തായാലും ഓയിലിന്റെ സപ്ലൈ അല്ല കുറയണേ. സപ്ലൈ കുറഞ്ഞാലും സാധ്യതയുള്ളൂ, കൂടാനുള്ള സാധ്യതയില്ല. ഇനി ഓപ്ഷൻ ബി, റോങ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിലീഫ് വാൽവ്. റിലീഫ് വാൽവ് കറക്റ്റ് ആയിട്ടല്ല സെറ്റ് ചെയ്തേക്കണേന്ന്. സാധ്യതയുണ്ടോ ഓയിൽ പ്രഷർ കൂടാനായിട്ട്? ചാൻസ് ഉണ്ടാവുമല്ലോ. ആ സ്പ്രിംഗില്ലേ, ആ സ്പ്രിംഗിന്റെ ടെൻഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ, അതായത് വേണ്ട പ്രഷർ അല്ല, അതിൽ കൂടുതൽ പ്രഷർ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഓയിൽ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ആണ് നമ്മുടെ ആൻസർ. ദെൻ ലെസ് സക്ഷൻ എഫക്ട് ഓൺ സക്ഷൻ പൈപ്പ്. ഇതുകൊണ്ടൊന്നും എന്ത് കൂടാൻ പോലുള്ള, ഓയിൽ പ്രഷർ കൂടാൻ പോലുള്ള. ഓക്കെ, സക്ഷൻ എഫക്ട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓയിലിന്റെ സക്ഷൻ എന്താണ് അളവ് കുറയാന്ന് അർത്ഥം, സക്ഷൻ കുറയുക. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായാലും ഓയിൽ പ്രഷർ കൂടാനല്ല കുറയാനേ സാധ്യതയുള്ളൂ. ഓക്കെ. Then the oil pressure in the lubrication system has exceeded the set limit. അതായത് സെറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റിനേക്കാൾ കൂടി. Through which one of the following component will the oil return to the sump? ഏത് വഴിക്കാണ് അയാൾ സമ്പിലേക്ക് തിരിച്ചു പോകുന്നത്? വാൽവ് വഴിയല്ലേ? രണ്ട് വാൽവ് ഉണ്ട് ഇവിടെ. പ്രഷർ റിലീഫ്, ബൈപ്പാസ് പ്രഷർ റിലീഫ് വാൽവ് കൂടെ അല്ലേ? റിലീഫ് വാൽവ് ആണ്. ഇയാളെ ചുറ്റിപ്പറ്റി പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ പ്രഷർ റിലീഫ് വാൽവ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു നമ്മൾ സെറ്റ് ലിമിറ്റ് പ്രഷറിനേക്കാൾ കൂടിക്കഴിഞ്ഞാല്, എക്സീഡ് ചെയ്ത് കഴിഞ്ഞാല് പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ ആവുകയും അതിലൊരു പുതിയ വഴി തുറന്നു കിട്ടും. അതിൽ കൂടെ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ആ ഒരു തുടക്കം, ഇനിഷ്യൽ സ്റ്റേജ് ഏതാണ്? സമ്പാണ്. ആ സമ്പിലേക്ക് അയാൾ തിരിച്ചു പോകും. ഓക്കെ. Then the main quality of lubricating oil is to minimize the friction. അത്രേ ഉള്ളൂ. ഓപ്ഷൻ സി, friction. Then the lubricating oil pressure of engine is adjusted at. അത് പ്രഷർ റിലീഫ് വാൽവ്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, which part indicates the oil level on the engine sump? നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിപ്സ്റ്റിക്ക്. ഈ ഓയിൽ സമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബൈക്കിന്റെ ആയാലും കാറിന്റെ ആയാലും ഒരു മാക്സിമം ലെവൽ ഒരു മിനിമം ലെവലും കാണിക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് എന്ത് ലെവലാണ്? ആ സമ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ട്, അതിന്റെ അകത്ത് ലെവലാണ് അയാൾ കാണിക്കുന്നത്. അപ്പൊ ഡിപ്സ്റ്റിക് ആണ് അവിടുത്തെ ഉത്തരം. നമ്മുടെ സമ്പിനകത്തെ ഓയിലിന്റെ ലെവൽ കാണിക്കുന്നത് ഡിപ്പ് സ്റ്റിക്ക് ആണ്. ഓക്കെ, വേർ ഈസ് പ്രഷർ റിലീഫ് വാൽവ് ഫോർ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഓൺ എ ഡീസൽ എഞ്ചിൻ പ്രൊവൈഡഡ്? ഡീസൽ എഞ്ചിൻ അല്ല, സാധാരണ എഞ്ചിനൊക്കെ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ തന്നെ. പ്രഷർ റിലീഫ് വാൽവ് എവിടെയാണ് കൊടുക്കുന്നത്? ഇൻലെറ്റ് പോർട്ട് ഓഫ് ഓയിൽ പമ്പ് ആണോ, ഔട്ട്ലെറ്റ് പോർട്ട് ഓഫ് ഓയിൽ പമ്പ് ആണോ, മെയിൻ ഓയിൽ ഗാലറി ആണോ, ലൂബ്രിക്കേഷൻ ഓയിൽ ഫിൽറ്റർ ഇൻലെറ്റ് ആണോ? പ്രഷർ റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഔട്ട്ലെറ്റ് അല്ലേ? ഔട്ട്ലെറ്റ് പോർട്ട് ഓഫ് ഓയിൽ പമ്പ്. അത്രേ ഉള്ളൂ, ഔട്ട്ലെറ്റ് പോർട്ട് ഓഫ് ഓയിൽ പമ്പ്. കാരണം എന്താ? ഓയിൽ പമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ പ്രഷർ കൂടി കഴിഞ്ഞാൽ നേരെ തിരിച്ച് താഴത്തേക്ക്. അത് തന്നെ, പമ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആര് വെച്ചിരിക്കുന്നത്? ഈ പ്രഷർ റിലീഫ് വാൽവ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എവിടെ വെക്കും? നമ്മൾ പമ്പിന്റെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ ആളെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും അതിന്റെ അകത്തെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പമ്പിലേക്കാണ് തിരിച്ചടി പറഞ്ഞത്. എന്ത് ചെയ്യും? അങ്ങനെ പമ്പിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ ആവുകയും അത് പമ്പിലേക്ക് തിരിച്ച് ഓയിലിനെ കടത്തി വിടുകയും ചെയ്യും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓയിൽ പമ്പിന്റെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ ആരെ വെക്കുന്നത്? പ്രഷർ റിലീഫ് വാൽവ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ എല്ലാം ആൻസർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക കേട്ടോ. ഐസ് എഞ്ചിൻ തീർന്നു സാറേ?
IC എഞ്ചിൻ നമ്മൾ തീർന്നു. ട്രാൻസ്മിഷൻ ഇല്ലല്ലോ. ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ. ഗിയർ ബോക്സിന്റെ ശരിക്കും പറഞ്ഞ എന്താ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? അതായത് മറ്റേ എഞ്ചിൻ സ്പീഡ് മറ്റേ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലേ? എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആക്സിലോട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാല് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ആക്സിലറേറ്റർ ആണല്ലോ, നമ്മുടെ ത്രോട്ടിൽ വാൽവ്. ഗിയർ ബോക്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ, സ്പീഡ് റെഗുലേറ്റ് ചെയ്യാന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഓപ്ഷനിൽ വേറൊരാൾ ഉണ്ടാവൂല, ടോർക്ക് കൺവേർട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് ഒരാൾ. നമുക്കറിയാം നമ്മള് എന്താ ഒരു കയറ്റം കയറുമ്പോ നമ്മളുടെ ഉദ്ദേശം സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ടോർക്ക് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ കയറ്റം നമുക്ക് ഇത്തിരി സ്പീഡ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? വലിക്കാൻ വേണ്ടിയിട്ട്, എഞ്ചിൻ ലോഡ് വലിക്കാൻ വേണ്ടിയിട്ട് അല്ല ടോർക്ക് നമ്മൾ കൂട്ടും. ഓക്കെ, അപ്പൊ ഗിയർ ബോക്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് കൺവേർട്ട് ചെയ്യുക. ടോർക്ക് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഗിയർ ബോക്സ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം? ഇല്ലെങ്കിൽ നമുക്ക്